മഴ പെയ്യുമ്പോൾ മാത്രം നമ്മൾ ജനങ്ങൾ ഓർക്കുന്ന മുല്ലപ്പെരിയാർ. കാവൽക്കാർ ഉറങ്ങുകയാണോ ഉറക്കം നടിക്കുകയാണോ? മുല്ലപ്പെരിയാറിന്റെ ആയുസ് ഇനി എത്ര കാലം? നട്ടലോടുകൂടി നിലപാടോടുകൂടി പറയുവാൻ ഇന്ന് ഒരുവനെ സാധിക്കുന്നുള്ളൂ. അഡ്വക്കേറ്റ് റസൽ ജോയ്, നമസ്കാരം. മഴ വരുമ്പോൾ മാത്രം, ഉരുള് പൊട്ടുമ്പോൾ മാത്രം എല്ലാ മലയാളികൾക്ക് വരുന്ന ചിന്തയാണ് മുല്ലപ്പെരിയാർ. ഈ മഴയുടെ തോത് നിന്ന് കഴിയുമ്പോൾ, ഉരുൾപൊട്ടൽ കഴിയുമ്പോൾ മുല്ലപ്പെരിയാർ പിന്നെ കേൾക്കുന്നില്ല. മുല്ലപ്പെരിയാർ തകരുമെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് 1964 സെൻട്രൽ വാട്ടർ കമ്മീഷനാണ്. 60 വർഷമായി ഇടതും വലതും മാറി മാറി കേരളം ഭരിച്ചിട്ട് പരിഹാരമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് നിലവിലുള്ള 20 എംപിമാരും വേസ്റ്റാണ്, 140 MLA-മാരും ഷിയർ വേസ്റ്റ്. ഈ കേരളത്തിൽ കഞ്ഞിയിൽ പോലും ചുവന്ന മുളകിട്ട് ചോപ്പിച്ച് കുടിക്കുന്ന ആൾക്കാർ എൻ്റെ രോമത്തെ തൊടാൻ ധൈര്യമുള്ളവനും കൂടെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ എത്ര ജില്ലകൾ നഷ്ടപ്പെടും? വെള്ളമല്ല, ഡാമിൻ്റെ അടിയിൽ 130 വർഷത്തെ സിൽട്ടുണ്ട്, ചെളിയുണ്ട്. തൊട്ട് മുമ്പിൽ ഒരു മരം നിൽക്കുവാണെങ്കിൽ അതിനെ കടയോടെ പിഴുതെറിയും. ഒരു മനുഷ്യന്റെ കൈ ചെറിയ ഉരുൾ പൊട്ടിയപ്പോൾ മീറ്റർ കണക്കിന് അല്ലെങ്കിൽ കിലോമീറ്റർ കണക്കിന് അകലത്തിലാണ് വന്ന് വീണത്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ എത്ര നേരം കൊണ്ട് എറണാകുളത്തെത്തും? 2 മണിക്കൂർ. അതായത് 2 മണിക്കൂർ കൊണ്ട് കൊച്ചിയെ ഇല്ലാതാക്കും. ബുള്ളറ്റ് പോലെ ചീറിപ്പാഞ്ഞു വരും. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അജിൻ വർഗീസ്. മഴ പെയ്യുമ്പോൾ മാത്രം നമ്മൾ ജനങ്ങൾ ഓർക്കുന്ന മുല്ലപ്പെരിയാർ. കാവൽക്കാർ ഉറങ്ങുകയാണോ ഉറക്കം നടിക്കുകയാണോ? മുല്ലപ്പെരിയാറിന്റെ ആയുസ് ഇനി എത്ര കാലം? നട്ടലോടുകൂടി നിലപാടോടുകൂടി പറയുവാൻ ഇന്ന് ഒരുവനെ സാധിക്കുന്നുള്ളൂ. അഡ്വക്കേറ്റ് റസൽ ജോയ്, നമസ്കാരം. നമസ്കാരം. ഈ കാലഘട്ടങ്ങൾ തെളിയിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ അഡ്വക്കേറ്റ് റസൽ ജോയ് കാലഘട്ടത്തിന് മുമ്പേ പറഞ്ഞൊരു സത്യമല്ലേ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന്? മുല്ലപ്പെരിയാർ തകരുമെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് 1964 സെൻട്രൽ വാട്ടർ കമ്മീഷനാണ്. ഡോക്ടർ KC തോമസ് ആണ് പറഞ്ഞത് മുല്ലപ്പെരിയാർ തകരുമെന്ന്. 60 വർഷമായി ഇവിടെ ഇടതും വലതും മാറി മാറി കേരളം ഭരിച്ചിട്ട് ഇതിലൊരു പരിഹാരമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് നിലവിലുള്ള 20 എംപിമാരും വേസ്റ്റാണ്, 140 MLA-മാരും ഷിയർ വേസ്റ്റ്. ഈ നാടിന് യാതൊരു പ്രയോജനവുമില്ല. 60 വർഷമായിട്ട് ഇവർക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ എൻവയറമെൻറ്റ് മുഴുവൻ തകർത്തു. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് മുണ്ടക്കൈ, പുത്തുമല. അതുമാത്രമല്ലല്ലോ, എല്ലാ വർഷവും ചൂരൽമല, എല്ലാ വർഷവും ഉരുൾപൊട്ടുന്നില്ലേ, ലാൻഡ് സ്ലൈഡിങ് എല്ലാ വർഷവും ഇല്ലേ? ഉണ്ട്. അത് സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്നോ? അപൂർവം. അതെ, ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അപൂർവം. അതെ, അപൂർവം. അപ്പൊ അതാണ് സ്ഥിതി. മഴ വരുമ്പോൾ മാത്രം, ഉരുള് പൊട്ടുമ്പോൾ മാത്രം എല്ലാ മലയാളികൾക്ക് വരുന്ന ചിന്തയാണ് മുല്ലപ്പെരിയാർ. ഈ മഴയുടെ തോത് നിന്ന് കഴിയുമ്പോൾ, ഉരുൾപൊട്ടൽ കഴിയുമ്പോൾ മുല്ലപ്പെരിയാർ പിന്നെ കേൾക്കുന്നില്ല ജനങ്ങള്. ശരിക്കും അത് ശരിക്കും ചർച്ചാ വിഷയം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയല്ലേ മുല്ലപ്പെരിയാർ സാറേ? തീർച്ചയായിട്ടും. ഇവിടെ 2011 റിക്ടർ സ്കെയിലിൽ 2 മാഗ്നിറ്റ്യൂഡ് വരുന്ന ഭൂകമ്പം ഉണ്ടായി. ആരെങ്കിലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തോ? കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തോ? അന്ത്യചർച്ച നടത്തുന്ന വേസ്റ്റല്ലേ ഇവർ? അന്ത്യചർച്ചയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്? കേരളം വിട്ടുള്ള സമസ്ത രാജ്യത്തെ കാര്യങ്ങൾ ഇവർ ചർച്ച ചെയ്യുന്നില്ലേ? ഇസ്രായേലിലെ കാര്യം, പാലസ്തീനിലെ കാര്യം, റഷ്യയിലെ കാര്യം, ഉക്രൈനിലെ യുദ്ധമൊക്കെ ഇവർ ചർച്ച ചെയ്യുന്നില്ലേ? ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നില്ലേ? ഈ നാടിൻ്റെ പ്രശ്നം എന്താണ് ഇവർ ചർച്ച ചെയ്യാത്തത്? അജിൻ ചോദിച്ച പോലെ ഇത് മഴ വരുമ്പോൾ മാത്രമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 12 വർഷമായി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് ബോധ്യം വന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ല, സാറ് ഞാൻ പറഞ്ഞ ജനങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ജനങ്ങൾ മഴ പെയ്യുമ്പോൾ ഓർക്കുന്നു. ജനങ്ങൾ മഴ പെയ്യുമ്പോൾ മാത്രം മുല്ലപ്പെരിയാറിനെ ഓർക്കുന്നു. മഴ നിന്ന് കഴിയുമ്പോൾ വേറെ കഥകളിലേക്ക് പോകുന്നു. അത് തന്നെ ഞാൻ പറഞ്ഞേ. മന്ദബുദ്ധികൾ എന്ന് പറയണമെങ്കിൽ കുറച്ചെങ്കിലും ബുദ്ധി വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? മന്ദബുദ്ധികൾ എന്ന് പോലും പറയാൻ പറ്റാത്ത ജനമാണ് ഈ നാട്ടിൽ നിന്ന് ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ വിഷഭക്ഷണം കഴിക്കുന്നത്, വിഷവായു ശ്വസിക്കുന്നത്, ജലം കുടിക്കുന്നത്, മുല്ലപ്പെരിയാറിനെ കുറിച്ച് പ്രതികരിക്കാത്തത്. ഈ നാട് നശിക്കാൻ പോകുന്നത് പ്രതികരണശേഷിയില്ലാത്ത ജനങ്ങളെ കൊണ്ടാണ്. ഒരു അധർമ്മം കണ്ട്, അനീതി കണ്ട് മാറിപ്പോകുന്ന ജനങ്ങളെ കൊണ്ടാണ് ഈ നാട് നശിക്കാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ചാവേർ എന്ന പദം ലോക നിഘണ്ടുവിലേക്ക് കൊടുത്തത് മലയാളിയാണ്. ചാവേർ. വള്ളുവക്കോനാതിരിയുടെ മാനം രക്ഷിക്കാൻ വേണ്ടി തിരുനാവായ മണപ്പുറത്ത് സ്വന്തം മക്കളെ, 18ഉം 19ഉം വയസ്സുള്ള ആൺമക്കളെ പരിശീലനം കൊടുത്ത് രക്തതിലകം ചാർത്തി ജയിച്ചു വരണം.
അല്ലെങ്കിൽ മരിക്കണം എന്ന് പറഞ്ഞ മാതാപിതാക്കളുള്ള ഈ കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്, മാതാപിതാക്കളുള്ള കേരളം ഇന്ന് എന്തു പറ്റി? അപജയാണ്. നിങ്ങളുടെ ഏതെങ്കിലും മക്കളെ നിങ്ങൾ രക്തതിലകം ചാർത്തി മുല്ലപ്പെരിയാർ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്നതുവരെ നിങ്ങൾ പ്രതിരോധിക്കുക, സമരം ചെയ്യുക എന്ന് ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് ഇവിടെ പറയാൻ പറ്റുമോ? നശിച്ചുപോയി ആ ഒരു ആവേശം, നശിച്ചുപോയി ഒരു പ്രതിബദ്ധത, നാടിനോടുള്ള വള്ളുവക്കോനാതിരിയുടെ നാടിനോടുള്ള ആത്മാർത്ഥത, ഈ നാടിനോടുള്ള പ്രതിബദ്ധത നശിച്ചുപോയി മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും തലച്ചോറിൽ നിന്നും. കാരണം എന്തെന്നറിയോ? രാഷ്ട്രീയം. ഞാൻ ഇന്ന പാർട്ടിക്കാരനാണ്, ആ പാർട്ടി നേതാവ് എന്ത് പറയുന്നു അതനുസരിക്കും, പാർട്ടി പ്രത്യയശാസ്ത്രം എന്താണ് അത് ഫോളോ ചെയ്യും. ഈ കേരളത്തിൽ കഞ്ഞിയിൽ പോലും ചുവന്ന മുളകിട്ട് ചോപ്പിച്ച് കുടിക്കുന്ന ആൾക്കാരുണ്ട്. അത്രമേൽ രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ചവരാ. ഇനി പച്ചമുളക് ഇട്ട് കുടിക്കണവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടാ. അതും ഉണ്ടാവും കഞ്ഞിയിൽ. ഇനിയിപ്പോൾ ത്രിവർണ്ണ മുളകിട്ട് അങ്ങനെ മുളകുകൾ കിട്ടും, മനസ്സിലായോ? അങ്ങനെ മുളകുകൾ കിട്ടും 3 വർണ്ണങ്ങളിലുള്ള, അതിട്ട് കുടിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രമാത്രം രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് ഇവരുടെ തലച്ചോറും ഹൃദയവും എല്ലാം മന്ദീഭവിച്ചിരിക്കുന്നു. മക്കൾ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, രാജ്യം തകർന്നാലും കുഴപ്പമില്ല, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എൻ്റെ നേതാവും എൻ്റെ രാഷ്ട്രീയ പാർട്ടിയും ജയിക്കണം. ഇതിൽ പരം ഒരു അധോഗതി, ഒരു മൂല്യച്യുതി ഈ നാട്ടിൽ വരാനില്ല. ഇവിടുത്തെ കലാലയങ്ങളിലെല്ലാം വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ട കാലം കഴിഞ്ഞു. കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇവൻ്റെ തലച്ചോറിലേക്ക് ഇടിച്ചു കയറ്റാണ് പാർട്ടി. അല്ലെങ്കിൽ ഒരു രക്ഷയില്ലെങ്കിൽ പാർട്ടി കയറുന്നില്ലെങ്കിൽ ഉടനെ മതം. ഇത് രണ്ടും തലച്ചോറിലേക്ക് ഇടിച്ചു കയറ്റാണ്. മനുഷ്യനുണ്ടാവണം. കേരളത്തിൽ ഉണ്ടായിരുന്നു ഒരു കാലത്ത്, രാജാക്കന്മാരുണ്ടായിരുന്നു, മനുഷ്യരായ രാജാക്കന്മാർ. പക്ഷെ മലയാളികൾക്ക് പലപ്പോഴും വാക്കുതർക്കങ്ങൾ ഉണ്ടെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മലയാളികൾ ഇന്ന് ഒറ്റക്കെട്ടല്ലേ സാറേ? അത് ശരിയാണ്. പക്ഷെ പ്രശ്നം വരുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് കാര്യമില്ല. പ്രശ്നം വരാതെ സൂക്ഷിക്കണം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് കേട്ടിട്ടില്ലേ? ഇല്ലേ? പ്രശ്നം വരാതെ സൂക്ഷിക്കണം. അതിനാണ് ഞാൻ ഈ 12 വർഷമായിട്ട് ഈ നാട്ടിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രശ്നം വരാതിരിക്കാനാണ്. സാറേ, ഒരു ഉരുൾപൊട്ടലിൽ ഇത്രയേറെ മരണം സംഭവിച്ചു. അപ്പം നമുക്കൊന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും, മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ എത്ര ജില്ലകൾ നഷ്ടപ്പെടും? മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ഒരു 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഇതിൻ്റെ ഉത്തരം പറയാൻ പറ്റും. കാരണം 850 മീറ്റർ ഉയരത്തിൽ 15 TMC വെള്ളം 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് നിർത്തിയാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്നുള്ളത് 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് പറയാൻ പറ്റും, കണക്ക് കൂട്ടി പറയാൻ പറ്റും. അത് ഹിരോഷിമയിൽ അമേരിക്ക ഇട്ട ബോംബിൻ്റെ 180 ടൈംസ് ആണ്. ഈ ആളുകളുടെ വിചാരം മുല്ലപ്പെരിയാർ തകർന്ന് വെള്ളം ഒഴുകി വരുന്നെന്നാണ്. അതെ, വെള്ളമല്ല ഒഴുകുന്നത്, വെള്ളമല്ല. ഡാമിൻ്റെ അടിയിൽ 130 വർഷത്തെ സിൽട്ടുണ്ട്, ചെളിയുണ്ട്, അത് കൂടെ വരും. ഡാമിൻ്റെ അവശിഷ്ടങ്ങൾ വരും. അത് തൊട്ട് മുമ്പിൽ ഒരു മരം നിൽക്കുവാണെങ്കിൽ അതിനെ കടയോടെ പിഴുതെറിയും. ഒരു മനുഷ്യൻ്റെ കൈ ചെറിയ ഉരുൾ പൊട്ടിയപ്പോൾ മീറ്റർ കണക്കിന് അല്ലെങ്കിൽ കിലോമീറ്റർ കണക്കിന് അകലത്തിലാണ് വന്ന് വീണത്. മുണ്ടക്കയിൽ, ചൂരൽമലയിൽ, പിന്നെ പുത്തുമലയിൽ, അവിടെയൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതല്ലേ. അപ്പോൾ സാറ് പറയുന്ന ഒരു ഉരുൾ പൊട്ടിയപ്പം ഒരു മനുഷ്യ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ഇറ്റുപോകുമ്പോൾ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. ബിയോണ്ട് അവർ ഇമാജിനേഷൻ. നമ്മുടെ തലച്ചോറിൽ നിൽക്കില്ല അത്. ദൈവം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മുടെ തലച്ചോറിൽ നിൽക്കാറുണ്ടോ? ഇല്ല. ഈ സർവ്വ പ്രപഞ്ചവും സൃഷ്ടിച്ച ഒരു ദൈവത്തെ നമ്മുടെ തലച്ചോറിലോട്ട് ആവാഹിക്കാൻ പറ്റില്ല. ബിയോണ്ട് അവർ ഇമാജിനേഷനാണ്. അതുപോലെ ഈ ശക്തി ഉണ്ടല്ലോ, ഈ ഒരു ഡാം തകർച്ചയിലുണ്ടാകുന്ന വലിയൊരു എനർജി, ആ എനർജി നമ്മുടെ ബുദ്ധിയിൽ നിൽക്കില്ല. ഇത് തൊട്ട് മുമ്പിലുള്ള മലകളെ മറിക്കാം, തകർക്കാം. 99-ലെ വെള്ളപ്പൊക്കത്തിൽ ഒരു മല അങ്ങില്ലാതായി. വെള്ളപ്പൊക്കമാണെന്ന് ഓർക്കണം, ഡാം തകർന്നതല്ല. 99-ലെ വെള്ളപ്പൊക്കത്തിൽ 1924-ലെ വെള്ളപ്പൊക്കത്തിൽ ഒരു മല പ്രത്യക്ഷമായി. മുല്ലപ്പെരിയാർ ഡാം ഈ സാധനം 850 മീറ്റർ ഉയരത്തിലാണ്. അത് ഒഴുകല്ല, താഴേക്ക് വീഴാണ്. എന്നോട് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ചോദിച്ചു, റസലെ നീ പറയണ പോലെ വെള്ളം വന്നാൽ
ഈ ഹൈക്കോടതി 8 നിലയുണ്ട്, ഒരു 4 നിലയൊക്കെ വരുമായിരിക്കും. മോളിൽ കയറിയിരുന്നാൽ രക്ഷപ്പെടും. 8ാമത്തെ നിലയിൽ നിന്ന് രക്ഷപ്പെടും എന്ന് അദ്ദേഹം പറയാണ് എൻ്റെ അടുത്ത്. അല്ലേന്ന് ചോദിക്കാണ്. അതിന് കൊടുത്ത മറുപടി എന്തുവാ? അതിന് ഇത് ഭൂമിയെ കുലുക്കിയ വരുന്നത്, കല്ലും മണ്ണും ചെളിയും കെട്ടിടങ്ങളും വണ്ടിയും മനുഷ്യ ശരീരങ്ങളും ആനയുടെ ശരീരങ്ങളും സമസ്ത ജീവജാലങ്ങളെയും വഹിച്ചുകൊണ്ടാ വരവ്. അത് 850 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുകയാണ്. പെരുമ്പാവൂർ വരുമ്പോൾ എറണാകുളത്തെ കെട്ടിടങ്ങൾ നിലം പതിക്കും. മൂവാറ്റുപുഴ വരുമ്പോൾ എറണാകുളത്തെ കെട്ടിടങ്ങൾ നിലം പതിക്കും. എത്ര ജില്ലകൾ ഇതിൽ പെട്ടുപോകും? അത് ഡയറക്റ്റ്ലി ഇപ്പം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഡയറക്റ്റ് ലൈനിൽ 3-4 ഡാംസ് ഉണ്ട്. ചെറുതോണിയുണ്ട്, കുളമാവുണ്ട്, ഇടുക്കിയും കൂടി ചേർന്ന ഇടുക്കി ഡാം. അത് 3 കൂടി ഒറ്റ ഡാമാണ്. അതിൻ്റെ താഴെ ലോവർ പെരിയാറുണ്ട്, ഭൂത്താങ്കെട്ടുണ്ട്, വേറെ ഏതൊരു ഡാമും കൂടി ഉണ്ട്. അത്രയും ഡാം ഡയറക്റ്റ് ലൈനിലുണ്ട്. ഇതിലെല്ലാത്തിലും കൂടി എത്ര TMC വെള്ളം ഉണ്ടെന്നറിയോ? 120 TMC. ലിബിയയിലെ ഡെർണ നഗരത്തിൽ പൊട്ടിയ ഡാമിൽ 2 TMC വെള്ളമുള്ളൂ. 2 TMC വെള്ളം കൊണ്ട് ഡെർണ നഗരത്തെ മൊത്തത്തിൽ ആവാഹിച്ചു കൊണ്ടുപോയി കടലിൽ. തിരിച്ചൊരു വരവ് വന്ന് സുനാമി പോലെ 7 നില കെട്ടിടത്തിൻ്റെ മുകളിലൂടെ 2 TMC വെള്ളമെന്ന് ഓർക്കണം. പെയ്യുന്ന മഴവെള്ളവും കൂടി കൂടെ ഉണ്ടത് കൂട്ടിക്കോ, അത്രയേ ഉള്ളൂ. അപ്പം 120 TMC വെള്ളമായിട്ട് ഈ കണ്ട സംഭവങ്ങൾ, കല്ലും മണ്ണും ചെളിയും സകലതും കൊണ്ട് അറബിക്കടലിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ അറബിക്കടലിന് താങ്ങാൻ പറ്റുമോ? താങ്ങാൻ പറ്റുകയില്ല. അപ്പോൾ വെള്ളം ആയതുകൊണ്ട് ഹൈഡ്രോളിക് ഹാമറിങ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ഹൈഡ്രോളിക് ഹാമറിങ്, നമ്മൾ നിശ്ചലമായി കിടക്കുന്ന ഒരു കുളത്തിലേക്ക് ഒരു കല്ലെടുത്തിട്ടാൽ അതിൻ്റെ അലകൾ കുളം മുഴുവൻ വ്യാപിക്കും. സിമ്പിളാണ് ഇതൊക്കെ. ഹൈഡ്രോളിക് ഹാമറിംഗ് എന്ന് പറയുന്ന പ്രതിഭാസം എന്ന് പറഞ്ഞാൽ കടൽ പിൻവാങ്ങി കൊടുക്കും ഭൂമിയുടെ അതിർത്തിയിൽ. പിന്നെ ബാലൻസ് ചെയ്യണ്ടേ? വലിയ ഒരു സുനാമിയായിട്ട് തിരിച്ചു വന്ന് കേരളത്തെ മുഴുവനായിട്ടും ഗോവ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, മുംബൈ ഇത്രയും വിഴുങ്ങും. ഇതാണ് നോസ്ട്രഡാമസ് പറഞ്ഞത്. ഇത് ഞാൻ ഏറ്റുപറച്ചിലുകാരനാണ് കേട്ടോ. ഇത് ഒന്നും ഞാൻ പറയുന്നത് ഒന്നും എൻ്റെ കാര്യങ്ങളല്ല, അത് വേറെ ആൾക്കാർ പറഞ്ഞത് ഞാൻ ഏറ്റുപറയുന്നതാണ്. ഇതാണ് നോസ്ട്രഡാമസ് പറഞ്ഞ പ്രവചനം. ആ പ്രവചനം അധികകാലം ഇനി നീട്ടമില്ലല്ലേ? അങ്ങനെ ഞാൻ പറയത്തില്ല. ഇതൊന്നും സംഭവിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? എല്ലാവരും അങ്ങനെ വിശ്വസിക്കണം. ഞാൻ ഇതൊന്നും സംഭവിക്കില്ല എന്ന് വെറുതെ അന്ധമായിട്ട് വിശ്വസിക്കുക. എന്താണെന്നറിയോ? എന്നോട് KSEBയുടെ ചെയർമാനായിരുന്ന ഒരു വ്യക്തി മുല്ലപ്പെരിയാർ കേസിൽ ഡൽഹിയിലെ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ്സിനെ ബ്രീഫ് ചെയ്യാനായിട്ട് ഫയലുമായിട്ട് നടന്ന ഒരു വ്യക്തി, ഈ വ്യക്തി എന്നോട് പറഞ്ഞ് മുല്ലപ്പെരിയാർ ഡാം തകരാതിരിക്കുന്നത് മഹാത്ഭുതം, അതിൻ്റെ കാരണം അഡ്വക്കേറ്റ് റസൽ ജോയ് ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് ഈശ്വരൻ പിടിച്ചു നിർത്തിയിരിക്കുന്നതാണ് എന്നെന്നോട് പറഞ്ഞു. ഞാൻ കുറച്ചുകൂടെ മിസ്റ്റേക്കാണ്. ഭാരതത്തിലെ പല സന്യാസിമാരും എന്നെ സന്ദർശിച്ചും ഫോണിലൂടെയും പല വിവിധ റിലീജിയസ് മതങ്ങളിലെ നേതാക്കന്മാർ ആലുവയിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്നൊരു പോസിറ്റീവ് എനർജി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കും തോന്നി ഞാനിതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് ഈ മുല്ലപ്പെരിയാർ ഡാം തകരാതിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നി. ഇത് മിസ്റ്റിക്കൽ തോട്ടാണ്. അതിന് യാതൊരു റീസണിങ്ങും ഇല്ല, യാതൊരു അടിസ്ഥാനവും ഇല്ല, യാതൊരു യുക്തിയും ഇല്ല. പക്ഷെ അതൊരു മിസ്റ്റിക്കൽ തോട്ടാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇത്രയും നാൾ മുല്ലപ്പെരിയാർ ഡാമിനെ തകരാതെ കാത്തു സൂക്ഷിച്ചത് ദൈവമാണ്, ഈശ്വരനാണ്. ഒരാളെങ്കിലും ഇതിൻ്റെ മുമ്പിൽ നിന്നതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ ചിന്തിക്കുക, എന്നെ കേൾക്കുന്ന ലോക മലയാളികൾ ചിന്തിക്കുക, നിങ്ങളും കൂടി എൻ്റെ കൂടെ ഉണ്ടെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ ആ സ്പിരിറ്റ് അത് ഇൻക്രീസ് ചെയ്യും, അതിൻ്റെ ഡെപ്തും എല്ലാം ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ പരിണത ഫലമായിട്ട് മുല്ലപ്പെരിയാർ ഡാം സംരക്ഷിക്കപ്പെടും. ഒരു ശാപമുണ്ട്, അത് അതിനറിയോ? ഇല്ല. ഈ മുല്ലപ്പെരിയാർ ബ്രിട്ടീഷുകാർ ഇത് പണിതല്ലോ. ബ്രിട്ടീഷുകാർ ഈ തമിഴന്മാർക്ക് വെള്ളം കൊടുക്കാനാണെന്നും പറഞ്ഞാണ് നമ്മൾ നടക്കുന്നത്. അതെ, യഥാർത്ഥത്തിൽ അതല്ല. ഏതോ ഒരു വരണ്ട പാടം കാണിച്ചിട്ട്, വിണ്ട് കീറിയിരിക്കുന്ന ഒരു പാടം കാണിച്ചിട്ട് ഇതാണ് തമിഴ്നാടിൻ്റെ അവസ്ഥയെന്നും പറഞ്ഞ് നമ്മളെ കാണിക്കും. അതും ശരിയല്ല.
ഈ വെള്ളം കൊടുക്കുന്ന 5 ജില്ലകൾ എന്ന് പറഞ്ഞാൽ നാഷണൽ ആവറേജിനേക്കാളും മഴ പെയ്യുന്ന സ്ഥലങ്ങളാണ്. തിരിച്ചറിയണം മലയാളി. ഇതങ്ങോട്ട് കിട്ടാതെ വന്നാൽ തമിഴകം മുടിഞ്ഞു പോകുമെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. തമിഴകമൊന്നും മുടിഞ്ഞു പോകാൻ പോകുന്നില്ല. കാരണം എന്താണ്? നമ്മളെപ്പോലെ ബോധമില്ലാത്ത ജനങ്ങളല്ല അവിടെ ഉള്ളത്, ബോധമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഏതോ ഒരു വരണ്ട പാഠം കാണിച്ചിട്ട് ഇതാണ് തമിഴകത്തിൻ്റെ അവസ്ഥ, 5 ജില്ലകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധം. അവിടെ നാഷണൽ ആവറേജിനേക്കാൾ മഴ പെയ്യുന്നു. ഇപ്പോൾ വെള്ളം വേണോ അവർക്ക്? ഇപ്പോൾ ഏതാ മാസം? ഓഗസ്റ്റ്. വെള്ളം വേണോ? വേണ്ട. ഇപ്പോൾ വെള്ളം വേണ്ട. ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലൊന്നും അവർക്ക് വെള്ളം വേണ്ട. അവർക്ക് വേണ്ടത് ഏപ്രിലാണ്. ഏപ്രിലിൽ ബാക്കിയുള്ള ഒരു കൃഷിക്ക് അവർക്ക് വെള്ളം ആവശ്യമില്ല. ഏപ്രിലാണ് വെള്ളം വേണ്ടത്. അതൊരു വലിയ ആഘോഷമായിട്ട് തമിഴ് മിനിസ്റ്റേഴ്സ് എല്ലാം വന്ന് പൂജ നടത്തി പൂജാരി കൈക്കുമ്പിളിൽ വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് വേണം അവിടെ എത്താനായിട്ട്. മനസ്സിലായോ? അപ്പോൾ ഏപ്രിലാണ് വേണ്ടത്. അപ്പോൾ തമിഴകത്ത് വെള്ളമില്ല എന്ന് പറയുന്ന ഒരു തെറ്റായ ഒരു പ്രചരണം നടത്തി ബ്രിട്ടീഷുകാർ ഇത് നമ്മുടെ മഹാരാജാവിനെ ഭീഷണിപ്പെടുത്തി. അവരുടെ സാമന്ത രാജാവായിരുന്നു തിരുവിതാംകൂർ മഹാരാജാവ്. ആ രാജാവിനെ ഭീഷണിപ്പെടുത്തി. ഒരു തരത്തിലും തിരുവിതാംകൂർ രാജകുടുംബത്തോട് ഞാൻ സമ്മതിക്കുന്നില്ല. അവരെ ഞാൻ എതിർക്കും ഈ വിഷയത്തിൽ. ജീവൻ പോയാലും ഒപ്പിടാൻ പാടില്ലായിരുന്നു തിരുവിതാംകൂർ. യോജിക്കുന്നില്ല അവരോട്. തിരുവിതാംകൂർ മഹാരാജാവ് ചെയ്തത് വലിയ പാതകമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരിക്കലും ചെയ്യരുതായിരുന്നു. രാജാവ് ക്ഷത്രിയനല്ലേ. ഇത് എൻ്റെ രാജ്യത്തെ ജനങ്ങളോടുള്ള വലിയ പാതകമാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇത് ചെയ്യാൻ പറ്റൂല. ഞാൻ രാജ്ഞിക്ക് ഇതിനെതിരെ കംപ്ലൈൻറ്റ് ചെയ്യും, ലോകവേദികളിൽ ഇത് പറയും എന്ന് പറയായിരുന്നല്ലോ മഹാരാജാവിന്. അന്നും ബ്രിട്ടനിൽ ഡെമോക്രസിക്ക് വലിയ ഇതുണ്ട്. ബ്രിട്ടനിൽ റൂൾ ഓഫ് ലോ ഉണ്ട്. ഡെമോക്രസി പോട്ടെ, റൂൾ ഓഫ് ലോ ഉണ്ട് അവിടെ. ബ്രിട്ടീഷ് പീപ്പിൾ അന്നും ഇന്നും ഒക്കെ മനുഷ്യത്വത്തെ ബഹുമാനിക്കുന്നവരാണ്. സൈമൺ കമ്മീഷനൊക്കെ വന്നത് എന്താണ്? ഇവിടെ വന്ന ബ്രിട്ടീഷുകാർ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്ന കണ്ടപ്പോഴാണ് സൈമൺ കമ്മീഷനെ വെച്ചത്. അങ്ങനെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ജനങ്ങളാണ് ബ്രിട്ടനിലുള്ളത്. ഈ മഹാരാജാവിന് പറയായിരുന്നു ഞാൻ ഒപ്പിടില്ലായിരുന്നു, ഞാനും സമ്മതിക്കില്ലായിരുന്നു എന്ന്. ജനങ്ങളെ 999 വർഷത്തേക്ക് ഒറ്റി കൊടുക്കുന്ന ഒരു കരാറിൽ ഒപ്പിടില്ല എന്ന് ഞാൻ അന്നത്തെ വിശാഖം തിരുനാൾ മഹാരാജാവിന് പറയാമായിരുന്നു. എന്തുകൊണ്ട് രാജാവ് പറഞ്ഞില്ല? അടിമത്തത്തിന് ചേപ്പാട് എഴുതി കൊടുത്തത് എന്തിനാണ്? ചാർത്ത് എഴുതി കൊടുത്തത് എന്തിനാണ്? അപ്പോൾ കരാറിൽ തന്നെ വലിയ ഒരു തിന്മയുണ്ട്. കരാറുണ്ടാക്കിയത് എന്തിനാണെന്നറിയോ? 8000 ഏക്കറിലെ മരം വെട്ടി ബ്രിട്ടനിലേക്ക് കടത്താൻ. ആ മരങ്ങൾ കൊണ്ടാണ് ബർമിംഗ്ഹാമിലും ലീഡ്സിലും ലിവർപൂളിലും മാഞ്ചസ്റ്ററിലും ലണ്ടനിലും ഒക്കെ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ മരങ്ങൾ കൊണ്ട് അവർ പണിത്. ഇന്നുണ്ട്. ഒന്നും സംഭവിക്കാതെ നിൽക്കുന്ന ബിൽഡിങ്സ് അവിടെ ഉണ്ട്. അതെ, വീടുകൾ ഉൾപ്പെടെ. അതെ, 8000 ഏക്കറിലെ മരം വെട്ടി കടത്തി. ഒരു തുള്ളി വെള്ളം താഴേക്ക് വിട്ടില്ല. താഴെയുള്ള മരങ്ങളും ഉണങ്ങിപ്പോയി. ആ മരങ്ങളും വെട്ടി ഇംഗ്ലണ്ടിലേക്ക് കടത്തി. എന്നിട്ട് 8000 ഏക്കറിലെ വനത്തിൽ കടന്ന് അർമാദിച്ച് സമസ്ത ജീവജാലങ്ങളെയും കൊന്ന് അതിൻ്റെ തോല് ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ പെണ്ണുങ്ങൾക്ക് വാനിറ്റി ബാഗ് ഉണ്ടാക്കാനാണ് ചെയ്തത് ബ്രിട്ടീഷുകാർ. വാനിറ്റി ബാഗ് നമ്മുടെ മൃഗത്തിൻ്റെ തോലുകൊണ്ട്. എന്നിട്ട് 8000 ഏക്കർ ഉഴുതു മറിച്ച് അവിടെയുള്ള രത്നങ്ങളും ധാതുക്കളും എല്ലാം കവർന്നുകൊണ്ടുപോയി. ഈ കവർച്ചയായിരുന്നു അവരുടെ ലക്ഷ്യം. അവിടെ ഉണ്ടായിരുന്ന ആദിവാസി സ്ത്രീകളെല്ലാം അവർ ഉപദ്രവിച്ച്. അതായിരുന്നു അവരുടെ ലക്ഷ്യം. നമ്മുടെ നാടിൻ്റെ സമ്പത്ത് നശിപ്പിച്ച ഒരു എക്സാമ്പിളാണത്. എന്നിട്ട് ഈ 8000 ഏക്കർ കൊള്ളയടിച്ച് അവിടെ ഒരു ഡാം കെട്ടി നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട്. എന്നിട്ട് ഈ നാട്ടിലെ ഭരണാധികാരികൾ 1970 അത് തുല്യം ചാർത്തി കൊടുത്തു. സി അച്യുതമേനോൻ എന്ന് പറയുന്ന രാജ്യദ്രോഹി, CPIയുടെ ഒരു മുഖ്യമന്ത്രിയായിരുന്ന രാജ്യദ്രോഹി തുല്യം ചാർത്തി കൊടുത്ത്. 1941 കേരളം കണ്ട ഏറ്റവും നല്ല ദിവാൻ എന്ന് പേരെടുത്ത സർ CP രാമസ്വാമിയെ കിണഞ്ഞ് പരിശ്രമിച്ച് റദ്ദാക്കിയ കരാറ്, ഒരു ആർബിട്രേഷൻ അവാർഡ് മൂലം റദ്ദാക്കിയ കരാറ്. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം സ്വയമേ റദ്ദായി പോയൊരു കരാറ്. 1947 തിരുവിതാംകൂർ രാജവിളംബരം മൂലം റദ്ദായി പോയ കരാറ്. രാജശാസനം മൂലം റദ്ദായ ഒരു കരാറ്. 1956 സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരം റദ്ദായി പോയ കരാറ്. ആ കരാറിനെയാണ് 1970 സി അച്യുതമേനോൻ എന്ന രാജ്യദ്രോഹി അക്നോളജ് ചെയ്ത് അതിന് നിയമപ്രാബല്യമാക്കി കൊടുത്തത്.
CPI എന്ന് പറയുന്ന പാർട്ടി ഈ ജനങ്ങളുടെ മുമ്പ് മാപ്പ് പറയണം. അവർ പുനർചിന്തിക്കണം. പാർട്ടിയൊന്നും നിങ്ങൾ പിരിച്ചുവിടണ്ട, പാർട്ടിയൊക്കെ അതുപോലെ തന്നെ പോട്ടെ. പക്ഷെ തെറ്റാണെന്നും ഞങ്ങൾ ഈ തെറ്റിൽ പശ്ചാത്തപിക്കുന്നുവെന്നും ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുമെന്ന് പറയാൻ CPI എന്ന് പറയുന്ന പാർട്ടി തയ്യാറാവണം. നിങ്ങൾക്ക് 1970 കല്യാണ സുന്ദരം എന്ന് പറയുന്ന ഒരാളെ MP ആയിട്ട് കിട്ടിയില്ലേ? എങ്ങനെ കിട്ടി? തമിഴ്നാട്ടിൽ നിന്ന്. നിങ്ങൾക്ക് കിട്ടിയ കാശ് നിങ്ങൾക്ക് 1970 പണം കിട്ടിയിട്ടുണ്ടോ എന്ന് കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികൾ അന്വേഷിക്കേണ്ടതാണ്. അന്വേഷിക്കണം. ഇപ്പോൾ ഉണ്ടല്ലോ ED ഒരുപാട് പേരുടെ പുറകെ നടക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് CPIക്ക് 1970 ഉള്ള സാമ്പത്തിക സ്രോതസ് എന്താണെന്ന് സ്വയം പാർട്ടി അന്വേഷിക്കണം, കേന്ദ്ര ഏജൻസികളും അന്വേഷിക്കണം. ഈ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി ആയതുകൊണ്ടാണല്ലോ വയനാട്ടിലുള്ള ആളുകൾക്ക് ആഹാരമാണെങ്കിലും കൊണ്ടെത്തിച്ചു കൊടുക്കും സാറേ. അതെ, തീർത്തും ഞാൻ പറയട്ടെ, ഈ പ്രതിരോധിക്കേണ്ട, അതായത് ഇത് മാറ്റിക്കളയാമായിരുന്നു. അതെങ്കിലും ഒരു ഉരുൾപൊട്ടൽ വരാതിരിക്കായിരുന്നു. മനുഷ്യനിർമ്മിതമാണ് ഇതല്ല. അത് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞിട്ടുണ്ട്. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതെല്ലാം കാണുന്നു. ഇതൊരു 10-20 കൊല്ലം കഴിഞ്ഞിട്ട് സംഭവിക്കുന്നതല്ല, 3, 4, 5 വർഷത്തിനുള്ളിൽ ഇതെല്ലാം സംഭവിക്കുന്നു. മാധവ് ഗാഡ്ഗിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, ജീവിച്ചിരിക്കുമ്പോഴാണ് ഇത് കാണുമെന്ന് പറഞ്ഞല്ലോ. അതെന്താണ്? മനുഷ്യൻ വരുത്തി കൂട്ടിയ ദുരന്തമാണിത്. നമ്മൾ ഈ എൻവയറമെൻറ്റ് നശിപ്പിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ചെറിയ സ്ഥലത്ത് ഇത്രയും മാത്രം കോറി, നമ്മൾ പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് മേടിക്കുന്നു, അതെ, നമ്മൾ ഫ്രൂട്ട്സ് തമിഴ്നാട്ടിൽ നിന്ന് മേടിക്കുന്നു, ഇറച്ചി, മീനും, മുട്ടയും, പാലും എല്ലാം വാങ്ങുന്നു. കല്ല് മേടിച്ചാൽ എന്താ കുഴപ്പം? കല്ല് തമിഴ്നാട്ടിൽ നിന്ന് മേടിക്കട്ടെ, അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്ന് മേടിക്കട്ടെ, അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്ന് മേടിക്കട്ടെ, എന്താ കുഴപ്പം? ഇവിടെ തന്നെ കുഴിച്ച് ഈ മുറ്റത്ത് കുഴിയുണ്ടാക്കി കല്ല് പൊട്ടിക്കണോ? ഇതെല്ലാം നമ്മൾ പുറത്തുനിന്നല്ലേ വാങ്ങുന്നത്. കല്ല് മാത്രം ഇവിടെ കുഴിക്കണമെന്ന് എന്താ ഇവർക്ക് നിർബന്ധം? അപ്പോൾ ആ ഒരു കുഴിയിലാണോ ഇതൊക്കെ സംഭവിക്കുന്നതാണോ സാറ് പറയുന്നത്? അതല്ല, കേരളം എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് സഹ്യപർവ്വതം, മറുവശത്ത് കടല്. മാധവ് ഗാഡ്ഗിൽ പറയണമായിരുന്നു, കുറച്ചുകൂടെ തീവ്രമായിട്ട് പറയണമായിരുന്നു, കേരളം മുഴുവനും എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ ആണെന്ന് പറയണമായിരുന്നു. അദ്ദേഹം അത് പറയാതെ പോകുന്ന അത്രയും തീവ്രത വേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഈ മലയോര കർഷകരുടെ മേഖല മാത്രം എക്കോളജിക്കലി സെൻസിറ്റീവ്, അതെ, ബാക്കിയൊന്നും സെൻസിറ്റീവ് അല്ലേ? ഈ കൊച്ചി സെൻസിറ്റീവ് അല്ലേ? ഇവിടെ ഇങ്ങനെയുള്ള എന്താണ് വലിയ കെട്ടിടങ്ങൾ പണിയാൻ പറ്റുമോ? പാടത്ത് പറ്റുമോ? എന്തുകൊണ്ട് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞില്ല എന്നാണ് ഞാൻ ചോദിക്കണേ. മലയോര മേഖലകൾ മാത്രം എക്കോളജിക്കലി സെൻസിറ്റീവ് എന്ന് പറഞ്ഞു. ഈ എറണാകുളം പറയാത്ത എന്താ? കേരളം മുഴുവനും എക്കോളജിക്കലി സെൻസിറ്റീവ് തന്നെയാണ്. ഒരു വശത്ത് സഹ്യപർവ്വതം, മറുവശത്ത് കടൽ, അതിൻ്റെ ഇടയിൽ തേങ്ങാപ്പൂള് പോലെയുള്ള 38,861 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം. ഇത് സെൻസിറ്റീവ്, ഇത് ഭയങ്കര സെൻസിറ്റീവാണ്. ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ കൊച്ചിയുടെ അവസ്ഥ, എറണാകുളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ എറണാകുളത്ത് വിഷവാതകങ്ങൾ സംഭരിച്ച് വച്ചിരിക്കുന്ന, അതായത് ഈഥൈൻ, ബെൻസിൻ മുതലായ വാതകങ്ങൾ സംഭരിച്ച് വച്ചിരിക്കുന്ന ഗ്യാസായിട്ടും ലിക്വിഡായിട്ടും ഇത് പുറത്തേക്ക് വരത്തില്ലേ? വരും. ഈ ഫാക്ടറികൾ തകർന്ന് പുറത്തേക്ക് വരത്തില്ലേ? അപ്പോൾ കോഴിക്കോടും കണ്ണൂരും തലശ്ശേരിയിലും സേലത്തും മംഗലാപുരത്തും ഉടുപ്പിയിലുള്ള ജനങ്ങൾ വിഷവാതകം ശ്വസിച്ച് മരിക്കില്ലേ? കാറ്റ് പോകുന്നിടത്തൊക്കെ കുഞ്ഞുങ്ങൾ വീഴില്ലേ? ഭോപ്പാൽ ട്രാജഡിയേക്കാൾ വലിയ ദുരന്തം സംഭവിക്കില്ലേ? അതൊന്ന്. 2, റിഫൈനറി ഉണ്ട് ഇവിടെ. ആ ക്രൂഡ് ഓയിൽ കടലിൽ വ്യാപിച്ചാലോ? എത്ര പെട്രോൾ പമ്പുകൾ ഇവിടെയുണ്ട്. പെട്രോളും ഡീസലും കടലിൽ വ്യാപിച്ചാലോ? ഇതിലെ ട്രക്കിൽ കൊണ്ടുപോകുന്ന ഇൻഫ്ലാമബിൾ സബ്സ്റ്റൻസുകളെല്ലാം പുറത്തേക്ക് വന്ന് ഇവിടെ മൊത്തം വ്യാപിച്ചാലോ? ഏവിയേഷൻ ഫ്യൂവലില്ലേ എയർപോർട്ടിൽ? അതെ. 10 മീറ്റർ അകലെ തീ പോയാൽ കയറി പിടിക്കുന്ന സാധനം അത്. അവിടെ സംഭരണിയുണ്ട്, അവിടെ കിടക്കുന്ന എയർക്രാഫ്റ്റിൽ ഏവിയേഷൻ ഫ്യൂവലുണ്ട്. അത് പുറത്തേക്ക് വന്നാൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ വീട്ടിലെല്ലാം ഗ്യാസ് സിലിണ്ടേഴ്സ് പൊട്ടിത്തെറിച്ച് പുറത്തോട്ട് വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? എറണാകുളം ഒരു ചതുപ്പ് നിലമായി പോകും. എറണാകുളം അല്ലല്ലോ, എത്ര ജില്ലകൾ ഈ ക്രൂഡ് ഓയിൽ കടലിൽ വ്യാപിച്ചാൽ ഇവിടുന്ന് ഗൾഫ് നാടുകൾ വരെ കടൽ കത്തും. ഇതൊരു പാട പോലെ ഇങ്ങനെ കടലിൽ വ്യാപിക്കും. ഇത് പൊങ്ങിക്കിടക്കുന്ന സാധനമാണ്. പാട പോലെ ഇത് കടലിൽ വ്യാപിക്കും. ഇവിടുന്ന് ഗൾഫ് നാടുകൾ വരെ കത്തും.
ശ്രീലങ്ക എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ലക്ഷദ്വീപ് ഐലൻഡ്സ് ഉണ്ടാവോ? ഉണ്ടാകത്തില്ല. ഈ നാട് കത്തും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബിയോണ്ട് അവർ ഇമാജിനേഷൻ. നമ്മുടെ തലച്ചോറിൽ ഇത് ഒതുങ്ങാത്ത ഒരു ട്രാജഡിയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് നമ്മുടെ ബോധവും ബുദ്ധിയൊക്കെ വെച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഒതുങ്ങാത്ത ഒരു ട്രാജഡിയാണ് മുന്നിലുള്ളത്. എന്നിട്ടും എന്തുകൊണ്ട് ഗവൺമെൻറ് ഇതിനെ ഒരു ചർച്ചാ വിഷയമായിട്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു നിലപാടുകൾ എടുക്കുന്നില്ല? ഗവൺമെൻറ് എടുക്കില്ല. കാരണം ഗവൺമെൻറ് രാഷ്ട്രീയ നേതൃത്വമാണ്. അവർക്ക് ജനങ്ങളോട് പ്രതിബദ്ധത വേണമെന്ന് നിർബന്ധമില്ല. വോട്ട് ചെയ്യാനുള്ള ഒരു ദിവസത്തിന് മാത്രമാണ് ഇവിടുത്തെ സിറ്റിസന് പ്രാധാന്യം. അപ്പോഴാണ് അതിന് രാജാധികാരം എന്നാണല്ലോ ഈ രാഷ്ട്രീയക്കാർ പറയണത്. രാജാധികാരം ഒരൊറ്റ സെക്കൻഡിലേക്കേ ഉള്ളൂ. ആ വോട്ട് ചെയ്യുന്ന ആ സെക്കൻഡിൽ മാത്രമേ ഉള്ളൂ അവന് രാജാധികാരം. പിന്നെ പോകുന്ന രാജാധികാരം ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കയ്യിലേക്കാണ്. അവർക്ക് ഈ വോട്ട് ചെയ്തവരോട് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അവരിങ്ങനെ നിഷ്ക്രിയരായിട്ടിരിക്കുക. അപ്പോൾ ഈ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ നേതാക്കന്മാർ രക്ഷപ്പെടാനുള്ള എല്ലാ വഴിയും കണ്ടെത്തിയിട്ടുണ്ടോ? അത് അവരോട് ചോദിക്കാറുന്നില്ലേ? എന്താണ് അജിൻ ചോദിക്കാതിരുന്നത്? ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് ചോദിക്കാമായിരുന്നു, പ്രതിപക്ഷ നേതാക്കന്മാരോട് ചോദിക്കാമായിരുന്നു, 21 മന്ത്രിമാരുണ്ട്, അവരോടൊക്കെ ചോദിക്കായിരുന്നില്ലേ? നിങ്ങൾ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും രക്ഷ നേടാൻ വേണ്ടി സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടെന്ന് ചോദിക്കായിരുന്നില്ലേ? നിങ്ങളെന്താ ചോദിക്കാതിരിക്കുന്നത്? നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ? അതെ. ഇവിടുത്തെ വലിയ മാധ്യമപ്രവർത്തകർ ചോദിക്കില്ല. കാരണം അവർ ഇൻഡസ്ട്രി നടത്തുന്നു. ഒരു വലിയ മാധ്യമ മുതലാളി ചെന്നൈയിൽ വലിയൊരു ഇൻഡസ്ട്രി നടത്തുന്നു. 1970 കരാറിൻ്റെ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ച ഒരു പത്ര മുതലാളി അവിടെ വലിയ ഫാക്ടറി നടത്തുന്നു. അവർ എഴുതുമോ? അവരെഴുതില്ലല്ലോ. അവർ പറയുമോ? മുല്ലപ്പെരിയാർ എന്നുള്ള വാക്കേ അവർ മറന്നുപോയില്ലേ? എഴുതുമോ? ഇവിടെ അന്തിച്ചർച്ച നടത്തുന്ന കുറേ ആൾക്കാർ വന്നിരുന്ന അന്തിച്ചർച്ചയിൽ ഒരു എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു. മുല്ലപ്പെരിയാർ പറയുന്നുണ്ടോ? പറയുന്നില്ല. ഏതെങ്കിലും ഉരുൾപൊട്ടൽ പോലും പറയുന്നില്ല. ഇപ്പോൾ മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ അതിനെ വലിയ ഒരു വാർത്തയാക്കി, അതായത് സെൻസേഷണൽ ഇഷ്യൂ. ഈ സെൻസേഷണൽ ഇഷ്യൂ ഉണ്ടാവാണ്ട് സൂക്ഷിക്കാനുള്ള എന്തെങ്കിലും ചർച്ച ഇവിടെ നടക്കുന്നുണ്ടോ? എന്തെങ്കിലും ചർച്ച ഉണ്ട്? മുല്ലപ്പെരിയാർ ഡാം തകർച്ചയിലാണ്, അല്ലെങ്കിൽ ഇടുക്കി തകർച്ചയിലാണ്. 50 വർഷമായി ഇടുക്കി 2 സെൻറ്റിമീറ്റർ ചരിഞ്ഞ് നിൽക്കുന്നു ആർച്ച് ഡാം. അതിൻ്റെ കൂടെയുള്ള ഡാമാണ് കുളമാവ് ഡാം. അതിൻ്റെ 40 അടിക്ക് മണ്ണ് മാത്രമേ ഉള്ളൂ. ആ മൺതൂട്ട തട്ടിപ്പോണതിന് ഇത്ര വലിയ ഫോഴ്സൊന്നും വേണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ചെറുതോണി അറിയപ്പെടുന്നത് ഏറ്റവും വീക്കസ്റ്റ് ഡാം എന്നാണ്. ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ എന്താ ഇവർ? ചർച്ച ചെയ്യും. ഇതുപോലെ ഉരുൾപൊട്ടലുകൾ വരുമ്പോൾ, ജനങ്ങൾ മരിക്കുമ്പോൾ. അതിന് ഇനി മുല്ലപ്പെരിയാർ ഡാമാണ് തകർന്നു പോകുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല. നമ്മൾ പോലും കാണത്തില്ല. ഇല്ല. ഈ പറയണ മാധ്യമങ്ങളും ഉണ്ടാവില്ല, മാധ്യമ പ്രവർത്തകരും ഉണ്ടാവില്ല. ഒരുപക്ഷെ മാധ്യമ മുതലാളിമാരുണ്ടായേക്കാം. അവർ കെയർഫുള്ളാണല്ലോ. അവരെന്നും കെയർഫുള്ളാണ്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ എത്ര നേരം കൊണ്ട് എറണാകുളത്തെത്തും? അതിനെക്കുറിച്ച് വ്യക്തമായ പഠനങ്ങൾ നടന്നിട്ടില്ല കേട്ടോ. നടന്നിട്ടില്ല. ഇല്ല. ഓരോരുത്തർ മലയാള മനോരമ റൂട്ട് മാപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെയൊന്നും പ്രകൃതി വരുത്തില്ല. മലയാള മനോരമ പറയുന്നിടത്തോടെ മുല്ലപ്പെരിയാർ നദി തകർന്ന് ഒഴുകിയൊന്നും വരത്തൊന്നുമില്ല. അതിന് ഞാൻ പറഞ്ഞില്ലേ, മുമ്പിലുള്ളൊരു മല തകർക്കപ്പെട്ടാൽ ഈ പ്രവാഹത്തിൻ്റെ ദിശ മാറും. എന്നാലും സാറിൻ്റെ അറിവിൽ എത്ര നേരം കൊണ്ടൊക്കെ വരുമായിരിക്കും? എൻ്റെ ഒരു തോട്ട് 2 മണിക്കൂർ. 2 മണിക്കൂർ ഒഴുകിയല്ലോ വന്നെ, താഴേക്ക് വീഴാലേ. അതായത് 2 മണിക്കൂർ കൊണ്ട് കൊച്ചിയെ ഇല്ലാതാക്കും. ബുള്ളറ്റ് പോലെ ചീറിപ്പാഞ്ഞ് വരും. ബുള്ളറ്റ്. അതല്ലേ ഹിരോഷിമയിലിട്ട ബോംബിൻ്റെ 180 ടൈംസ് ആണ് മുല്ലപ്പെരിയാറിലെ മാത്രം ഫോഴ്സ് എന്ന് പറയുമ്പോൾ. ഇടുക്കിയുടെ ഫോഴ്സ് അതിൻ്റെ 7 ഇരട്ടി വെള്ളമുണ്ട് ഇടുക്കിയിൽ. പിന്നെയും കിടക്കുന്നു ഭൂതത്താൻകെട്ട്, ലോവർ പെരിയാർ എന്നൊക്കെ പറഞ്ഞ് താഴെ. അപ്പം നമ്മുടെ ജനങ്ങളുടെ കാവൽക്കാർ കണ്ണടച്ചിരിക്കുകയാണോ, ഉറക്കം നടിക്കുകയാണോ? അത് ജനങ്ങൾ ചോദിക്കണം. ഞാൻ പറയണം. അത് ഇത്രയൊക്കെ പറഞ്ഞാൽ പോരെ? ജനങ്ങൾ ചോദിക്കണം. ഈ ജനങ്ങൾ എന്തെങ്കിലും പ്രതികരിക്കണ്ടോ? ആരും പ്രതികരിക്കാത്തതിൻ്റെ റീസൺ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ അഡ്വക്കേറ്റ് റസൽ സാറാണെങ്കിൽ പോലും 2 വർഷം 3 വർഷം മുമ്പായിട്ട് തന്നെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, ഇങ്ങനെ സംഭവിക്കും. 2 അല്ല, കഴിഞ്ഞ 12 വർഷമായിട്ട് പറയുന്നുണ്ട്. 12 വർഷമായിട്ട് അഡ്വക്കേറ്റ് എന്ന നിലയിൽ സാറ് പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഒരു മന്ത്രിമാർ ഇവിടെ തയ്യാറല്ല. അപ്പോൾ ഈ സാധാരണ കേട്ടിട്ടില്ല എന്നല്ല, അത് തെറ്റാണ്. ഞാൻ ആദ്യമായിട്ട് ഈ വിഷയം സംസാരിച്ചത് ശ്രീ പിണറായി വിജയനോടാണ്. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് എന്നെ കാണാൻ വേണ്ടി ഇവിടെ എറണാകുളത്ത് ഇറങ്ങി.
ഈ പ്രാവശ്യത്തെ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് കഴിഞ്ഞ ടൈമിൽ മുഖ്യമന്ത്രിയായല്ലോ, അതിൻ്റെ ഇലക്ഷന് 2 മാസം മുമ്പാണ് ഈ സംഭവം. എറണാകുളത്ത് ഇറങ്ങി ഞാൻ അദ്ദേഹത്തെ നന്നായി ബ്രീഫ് ചെയ്തു. അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ LDF ഭരണത്തിലെത്തും. അപ്പോൾ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിന് ആദ്യത്തെ ഞങ്ങളുടെ അജണ്ട അതായിരിക്കും, അതിനൊരു പരിഹാരമുണ്ടാവും. എന്നിട്ട് അജണ്ട എവിടെ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ നമ്പറിൽ ഞാൻ ഇലക്ഷന് ശേഷം ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇലക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞാലേ ഉള്ളൂ, മുഖ്യമന്ത്രിയായി അങ്ങോട്ട് ഇരുന്നിട്ടല്ലേ ഉള്ളൂ, നമുക്ക് നോക്കാം റസലെ, ഒരു കുറച്ച് ദിവസം ഒന്ന് കഴിയട്ടെ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ അദ്ദേഹം ഓരോ അവധി പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചാൽ അദ്ദേഹം എടുക്കാറില്ല, ആ നമ്പറിൽ എടുക്കാറില്ല. അപ്പം ഞാൻ ഡോക്ടർ തോമസ് ഐസക്കിനെ വിളിച്ചു, ഞാൻ ശ്രീ MA ബേബിയെ വിളിച്ചു, ശ്രീ കോടിയേരി ബാലകൃഷ്ണനെ വിളിച്ചു. അവരും ഓരോ ന്യായം പറഞ്ഞതല്ലാതെ ഒരു തീരുമാനത്തിലേക്കും ഒന്നിലും വന്നില്ല. ഞാൻ സുപ്രീം കോടതിയിൽ നിന്ന് എൻ്റെ കേസിൽ ആദ്യത്തെ കേരളത്തിന് അനുകൂലമായ ചരിത്രവിധി നേടിയതിന് ശേഷം ഞാൻ എറണാകുളത്ത് എത്തിയപ്പോൾ ഉമ്മൻചാണ്ടി സാറ് വിളിച്ചു. ഉമ്മൻചാണ്ടി സാറ് എയർപോർട്ടിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് കാറിൽ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വരുന്ന സമയം അത്രത്തോളം ഏകദേശം 1 മണിക്കൂറോളം ഞാനുമായിട്ട് ഫോണിലൂടെ സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം അന്ന് മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പം എന്നെ പ്രതിപക്ഷത്ത് വന്നപ്പോൾ, പ്രതിപക്ഷ നേതാവല്ല എനിക്കറിഞ്ഞൂടാ, അത് പ്രതിപക്ഷത്തായിരുന്നപ്പം അദ്ദേഹം എന്നെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു. അവിടെ ഒരു 2 മണിക്കൂർ ഈ വിഷയം സംസാരിച്ചു. ഞാൻ ശ്രീ രമേശ് ചെന്നിത്തലയോട് സംസാരിക്കാൻ നോക്കിയിട്ട് അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. അതിനെനിക്കൊരു അപ്പോയിൻമെൻറ്റ് അദ്ദേഹം തന്നിട്ടില്ല. ശ്രീ VD സതീശനോട് ഞാൻ സംസാരിച്ചു. ഞാൻ 140 MLA മാർക്കും രജിസ്റ്റേർഡ് ലെറ്റർ എഴുതി സുപ്രീം കോടതിയിലെ എൻ്റെ കേസിനെ പിന്തുണയ്ക്കാൻ കേരള സർക്കാരിനോട് പറയണമെന്ന് പറഞ്ഞിട്ട്. ശ്രീ AK ആൻ്റണി അടക്കം 20 MP മാർക്കും ഞാൻ രജിസ്റ്റേർഡ് ലെറ്റർ അയച്ചു സുപ്രീം കോടതിയിലെ എൻ്റെ കേസിനെ കേന്ദ്ര സർക്കാർ പിന്തുണയ്ക്കണമെന്ന് പറയാനായിട്ട്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അജിൻ ചോദിച്ചില്ലേ നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുമായിരുന്നില്ലേ എന്ന്? അന്ന് ശ്രീ AK ആൻ്റണി ഡിഫൻസ് മിനിസ്റ്ററായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ 7ഓളം മിനിസ്റ്റേഴ്സ് വേറെയുണ്ട്. ഇവർക്ക് പരിഹരിക്കാമായിരുന്നു ഈ പ്രശ്നം. പിന്നെ എന്തുകൊണ്ട് പരിഹരിച്ചില്ല? അതാണ് എൻ്റെ ചോദ്യം. ആരും പറഞ്ഞില്ല എന്ന് ഇവർക്ക് പറയാൻ പറ്റൂല. ഇവർക്കെല്ലാം രജിസ്റ്റേർഡ് ലെറ്റർ അയച്ചതിൻ്റെ റെസീപ്റ്റും അക്നോളജ്മെൻറ്റ് കാർഡും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് തെളിവായിട്ട്. ഞാൻ ഇക്കാര്യങ്ങളെല്ലാം എയറിൽ പോസ്റ്റ്, നിങ്ങളൊക്കെ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന പോലെ ഞാൻ ഇൻ്റർനെറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഭാവി തലമുറ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു, അദ്ദേഹം ഇതെല്ലാം പറഞ്ഞതാണ്, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരോടും സംസാരിച്ചതാണ്, അദ്ദേഹം തെണ്ടാത്ത വാതിലുകളില്ല എന്ന് ജനം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചെയ്തേക്കണേ. എൻ്റെ കേസിലാണ് ഈ മുല്ലപ്പെരിയാർ ഡാം അപകടം സംഭവിക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ പരിധിയിൽ സുപ്രീം കോടതി കൊണ്ടുവന്നത്. ഇന്ന് എൻ്റെ കേസിൻ്റെ ഗുണം കൊണ്ട് ആരെങ്കിലും ജീവിച്ചിരുന്നാൽ അവർക്ക് നഷ്ടപരിഹാരം കിട്ടും. ആരും ജീവിക്കില്ല എന്നുള്ളത് വേറെ വശം. പക്ഷേ ഗൾഫിലോ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ ഉള്ളവരുണ്ടാവുമല്ലോ, അവരുടെ ആരെങ്കിലും ഇവിടെ മരിച്ചാൽ അവർക്ക് നഷ്ടപരിഹാരം തീർച്ചയായിട്ടും കിട്ടും. എൻ്റെ കേസിൽ ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ പരിധിയിൽ സുപ്രീം കോടതി കൊണ്ടുവന്നത് കൊണ്ടാണ്. അപ്പം ഞാൻ മുട്ടാത്ത വാതിലുകളില്ല കേട്ടോ, ഞാൻ മുട്ടാത്ത വാതിലുകളില്ല. 140 MLA മാർ, 20 MP മാർ, രാജ്യസഭയിലെ MP മാർ, ഒറ്റ ആവശ്യം ഞാൻ പറയുന്നത്, എൻ്റെ കേസിനെ സുപ്രീം കോടതിയിൽ സപ്പോർട്ട് ചെയ്യണം. ഒരു സപ്പോർട്ടിങ് അഫിഡവിറ്റ്, അതായത് ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ച് അത് എന്ന് നിർവീര്യമാക്കും, എന്ന് പൊളിച്ചു കളയുന്നുള്ളത് പറയണം. അതെന്തുകൊണ്ട് പറയുന്നില്ല? ഇത്രയും വാദങ്ങളും മുട്ടി ഇത്ര വർഷമായിട്ട് ഒരുപാട് മന്ത്രിമാരെ പോയി കാണുന്നു, എന്നിട്ട് എന്തുകൊണ്ട് ഇതിനൊരു നടപടി എടുക്കണം? അതാണ് അവരോട് ചോദിക്കേണ്ടത്. അജിൻ മാത്രമല്ല ചോദിക്കേണ്ടത്, ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കണം. ഓരോ MP മാരെയും വിളിച്ചുകൊണ്ട് എന്തുകൊണ്ട് അഡ്വക്കേറ്റ് റസൽ ജോയുടെ കേസിനെ നിങ്ങൾ സുപ്രീം കോടതിയിൽ പിന്തുണയ്ക്കുന്നില്ല? നിങ്ങളത് സംബന്ധിച്ചൊരു പ്രമേയം എന്തുകൊണ്ട് രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നില്ല? നിങ്ങളത് സംബന്ധിച്ച ഒരു പ്രമേയം എന്തുകൊണ്ട് ലോകസഭയിൽ അവതരിപ്പിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് ഒരു പ്രമേയം സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിക്കുന്നില്ല? ഇത് ജനങ്ങൾ ഓരോ അവരുടെ പ്രതിനിധിയോട് ചോദിക്കണം. പക്ഷെ അവിടെ ഒരു ചോദ്യം, അഡ്വക്കേറ്റ് റസൽ സംസാരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരനായ ജനങ്ങൾ എങ്ങനെ സംസാരിച്ചിട്ട് നടപടിയാവും? എനിക്ക് സാധാരണക്കാരിൽ വലിയ ഒരു സ്ഥാനമൊന്നുമില്ല, മനസ്സിലായി. ഞാനും ഒരു സാധാരണക്കാരനാണ്, ഞാനും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ സഹോദരന്മാരും അനിയനും ചേട്ടനും ഒക്കെയാണ് ഇവിടെ ഉള്ളത്.
അവർ ശ്രമിക്കണം, എന്നോടൊപ്പം നിൽക്കണം. എന്നോടൊപ്പം നിന്ന് അവരവരുടെ പ്രതിനിധിയെ, ഇപ്പോൾ കൊല്ലത്തുള്ള ആളാണെങ്കിൽ കൊല്ലത്തുള്ള MLA MP, എന്തുകൊണ്ട് നിങ്ങൾ ഈ കേരള സർക്കാർ അഡ്വക്കേറ്റ് റസൽ ജോയുടെ കേസിനെ സുപ്രീം കോടതിയിൽ പിന്തുണയ്ക്കുന്നില്ല? ജസ്റ്റ് ഒരു അഫിഡവിറ്റ് മതി. എന്താണ്? ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കുന്നതിൽ ഞങ്ങൾക്ക് കേരള സർക്കാരിന് വിരോധമില്ല, അതിൻ്റെ ചെലവ് ഞങ്ങൾ വഹിച്ചോളാം. ഈ രണ്ട് സെൻറ്റൻസ് എഴുതിയിട്ടാൽ മതി സുപ്രീം കോടതിയിൽ. വെറുതെ അഫിഡവിറ്റ് ഫയൽ ചെയ്താൽ മതി. ഈ കേസ് തീർന്നു. ഇന്നിട്ടാൽ നാളെ ഈ കേസ് തീരും. പക്ഷെ ഗവൺമെൻറ്റാണ് പറയുന്നത്, ഞാനല്ല പറയുന്ന ഒരു ഗവൺമെൻറ്. നമ്മുടെ ഇവിടെ സംഭവിച്ചു വരുന്നതേ എൻ്റെ കണ്ണിലൂടെ ഞാൻ കാണുമ്പം ഉരുള് പൊട്ടി മരണം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമേ ആൾക്കാർ കരയുന്നുള്ളൂ. അതിനു മുമ്പ് ഒരു പക്ഷെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ വരുമോ? ഇത് തന്നെയാണ് നമ്മുടെ കാർന്നോന്മാരുടെ സ്ഥിതി. വയസ്സായ കാർന്നോന്മാരെ സംരക്ഷിക്കാണ്ട്, അവർക്ക് മരുന്ന് മേടിച്ച് കൊടുക്കാണ്ട്, അവരെ ശുശ്രൂഷിക്കാണ്ട്, അവർ മരിച്ചു കഴിയുമ്പോൾ കരയുന്ന ജനം ഇവിടെ ഉള്ളത്. എല്ലാവരും അല്ലാട്ടാ, ഞാൻ അടച്ചാക്ഷേപിച്ച് പറയുന്നതല്ല. ഒരു വിഭാഗം ജനങ്ങൾ അങ്ങനെ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വൃദ്ധമന്ദിരങ്ങൾ പെരുകുന്നത്. വൃദ്ധമന്ദിരങ്ങൾ പെരുകുന്നത് അതാണ്. അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. മരിച്ചു കഴിഞ്ഞ് കരയാന്ന്. ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന അപ്പനെ ചോറിൽ കുഴിച്ചിട്ടെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ സംഭവം. അഡ്വക്കേറ്റ് റസൽ ജോയുടെ കൂടെ ജനങ്ങൾ കൈകോർത്ത് നിന്ന് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടാതെ സംരക്ഷിക്കാൻ പറ്റുമോ? അതാണ് എൻ്റെ വിശ്വാസം. കാരണം KCB ചെയർമാൻ പറഞ്ഞ പോലെ ഒരാളിതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ദൈവം കാണുന്നുണ്ട്. അപ്പോൾ 1 കോടി ജനങ്ങൾ നിന്നാലോ? ഞാൻ അങ്ങനത്തെ ഒരു അന്ധവിശ്വാസക്കാരനാണ്. ദൈവം സംരക്ഷിക്കുമെന്ന് വിചാരിക്കണം. ദൈവമാണ് ഇപ്പോഴും ഈ മുല്ലപ്പെരിയാർ ഡാമിനെ താങ്ങി പിടിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യൻ്റെ അധർമ്മമാണ് ആ ഡാം. എത്ര വർഷം അതിന് പറഞ്ഞേക്കുന്നത് ശരിക്കും ഡാമിന്? 50 വർഷം. 50 വർഷം. ഇപ്പം എത്ര വർഷം പിന്നിട്ടു? ഇപ്പം 130 വർഷമായി. 50 വർഷം ഇത് ഉണ്ടാക്കിയ പെനിക്കുക്ക് പറഞ്ഞതാണ്. 50 വർഷമേ കാലാവധി ഉള്ളൂ. 130 വർഷം ആയി. അപ്പോഴും ഒരു ചോദ്യം ഞാൻ പേഴ്സണലി ചോദിക്കട്ടോ അഡ്വക്കേറ്റിനോട്. അതിനെ പിടിച്ചു നിർത്തിയത് ഓരോ മലയാളികൾ വിശ്വസിക്കുന്ന ആ ശക്തിയാണോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡാം നിൽക്കുന്ന സ്ഥലം ഇന്നാണെങ്കിൽ പെനിക്കുക്ക് അവിടെ ഡാം പണിയത്തില്ല. ഇല്ല. കാരണം അതിൻ്റെ അടിത്തറ അത്ര ബലമില്ലാത്ത സ്ഥലത്താണ് ഈ മുല്ലപ്പെരിയാർ ഡാം കെട്ടിയത്. അതിനേക്കാൾ നല്ല സ്ഥലമുണ്ട് അവിടെ. അതൊന്നും കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി അന്നില്ല, ഇന്നുണ്ട്. അപ്പം അതൊന്ന് ഉണ്ടാക്കിയ സ്ഥലം നല്ലതല്ല. പിന്നെ സുർക്കി കൊണ്ടാണ് ഉണ്ടാക്കിയത്. സുർക്കി എന്ന് പറഞ്ഞാൽ ആളുകൾ പറഞ്ഞു പലതും എന്തെല്ലാം കഥകളാണ്. സുർക്കി എന്താണെന്ന് പെനിക്കുക്കിൻ്റെ അസിസ്റ്റൻറ്റ് ഡാം മാനുവലിൽ എഴുതി വെച്ചിട്ടുണ്ട്. സുർക്കി എന്ന് വെച്ചാൽ ചുണ്ണാമ്പും മണലും വെള്ളവും, ഇത്രേ ഉള്ളൂ. ചുണ്ണാമ്പും മണലും വെള്ളം ഒഴിച്ച് ഒരു പ്രത്യേക ഊഷ്മാവിൽ ചൂടാക്കി, ആ ടെമ്പറേച്ചർ പറഞ്ഞിട്ടില്ല, ബാക്കി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടുണ്ട്. ചുണ്ണാമ്പ്, മണൽ, വെള്ളം. അതൊരു പ്രത്യേക ഊഷ്മാവിൽ ചൂടാക്കി ഒഴിച്ചതാണ് സുർക്കി. അത് M5 കോൺക്രീറ്റ് എന്ന് പറയും. M5 കോൺക്രീറ്റ് എന്ന് വെച്ചാൽ ഇന്നത്തെ M30 കോൺക്രീറ്റ് ആണ്. അതിൻ്റെ 6-1 മാത്രം ശക്തിയുള്ള കോൺക്രീറ്റാണ് ഈ സുർക്കി. ഈ സുർക്കിക്ക് ഒരു പ്രശ്നമുണ്ട്. സുർക്കി ജലവുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായാൽ ലൈം ആയതുകൊണ്ട് ജലവുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബോണിക് ആസിഡ് ഉണ്ടാവും. അങ്ങനെ 130 വർഷം കൊണ്ട് കാർബോണിക് ആസിഡ് ഉണ്ടായി ഡാമിൻ്റെ അടിത്തറ മൊത്തം ദ്രവിച്ച് പൊടിഞ്ഞിരിക്കുന്ന സംഭവമാണ് മുല്ലപ്പെരിയാർ ഡാം. നിർമ്മിച്ച വ്യക്തി 50 വർഷം പറയുമ്പോഴും ഇപ്പം 130 വർഷം പിന്നിടുന്നു. അതിൻ്റെ ഒരു ശക്തി എന്തുവാ സാറ് കണ്ടത്? ഞാൻ പറഞ്ഞല്ലോ ഇതൊരു അതീന്ദ്രിയ ശക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടു, ഒരു ശാപം ഉണ്ട്. അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുക, അല്ലാത്തവർക്ക് തിരസ്കരിക്കാം. ശാപം ഇതാണ്. അപ്പോൾ അവിടെ 36 വർഷമുള്ള മരങ്ങൾ വളർന്നായിരുന്നു. 36 ഇയേഴ്സുള്ള മരങ്ങൾ വളർന്നായിരുന്നു. വേഴാമ്പൽ ആ മരക്കുറ്റിയിലിരിക്കുന്നു. ജലം ഇങ്ങനെ ഉയർന്നു വരുന്നു. വേഴാമ്പൽ പോകുന്നില്ല, എങ്ങും പോകുന്നില്ല. അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഭയങ്കര സംശയം, എന്ത് പറ്റി വേഴാമ്പലിന്? വേഴാമ്പൽ പറന്നു പോകുന്നില്ല, വെള്ളമാണെങ്കിൽ കൂടി വന്ന് ഈ മരക്കുറ്റിയെ മുക്കുന്ന രീതിയിലേക്ക് വരുന്നു. അപ്പോൾ ഇത് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ഒരു വഞ്ചി, മോട്ടോർ ബോട്ടല്ല, പക്ഷിയാണല്ലോ, അതിനൊരു ഉപദ്രവം ഉണ്ടാവരുതല്ലോ. അതുകൊണ്ടൊരു വഞ്ചിയിൽ തുഴഞ്ഞ് വേഴാമ്പലിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. അടുത്ത് ചെന്നിട്ടും വേഴാമ്പൽ പോകുന്നില്ല. ഇവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അടുത്ത് ചെന്നിട്ടും വേഴാമ്പൽ പോകുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഹൃദയഭേദകമാണ്.
ഈ മരക്കുറ്റിയുടെ ഉള്ളിൽ വേഴാമ്പലിൻ്റെ മുട്ടയിരിക്കുന്നു. എൻ്റെ മക്കൾ മരിക്കുകയാണെങ്കിൽ ഞാനും കൂടി മരിക്കും, ഈ വെള്ളത്തിൽ മരിക്കട്ടെ എന്നൊരു വേഴാമ്പൽ ചിന്തിച്ചു. ഞാൻ കേരളത്തിലെ അമ്മമാരോട് ചോദിക്കുന്നു, കേരളത്തിലെ സ്ത്രീകളോട് ചോദിക്കുന്നു, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഈ വേഴാമ്പലിൻ്റെ ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ? വേഴാമ്പലിൻ്റെ കാരുണ്യമെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ? എന്നിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഈ മുട്ടയെടുത്ത് സുരക്ഷിതമായ ഒരു മരക്കുറ്റിയിൽ കരഭാഗത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ചപ്പോൾ ഈ വേഴാമ്പൽ പറന്ന് അവിടെ പോയിരുന്നു. കണ്ണു തുറപ്പിക്കണം ഈ കാഴ്ച. മലയാള സ്ത്രീത്വത്തോടാണ് ഞാൻ പറയണത്, അമ്മമാരോടാണ് പറയണത്. കണ്ണു തുറക്കണം, പക്ഷിയെ കണ്ടിട്ടെങ്കിലും. ഞാൻ പറയണ കേൾക്കണ്ട. ഞാൻ ശാപത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, അതിതാണ്. ബ്രിട്ടീഷുകാരൻ ഈ ഡാം കിട്ടി, മുല്ലപ്പെരിയാർ ഡാം കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് വെള്ളം കയറി. അപ്പോൾ ഒരു ക്ഷേത്രം മുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് ഈ വേഴാമ്പലിൻ്റെ കഥ പറഞ്ഞ പോലെയാണ് അതും. ഒരു ക്ഷേത്രം മുങ്ങിക്കൊണ്ടിരിക്കുന്നു. ആദിപരാശക്തിയെ ദേവിയായിട്ട് സങ്കല്പിച്ച് ആരാധിച്ചു വന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ പൂജാരി നോക്കി നിന്നു. വിഗ്രഹം വെള്ളത്താൽ മുങ്ങുന്നു. അതെടുത്തിട്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ആ വെള്ളത്തിൽ നിന്ന് ഒരു കുമ്പിൾ വെള്ളമെടുത്ത് ഈ നാടിനെ അദ്ദേഹം ശപിച്ചു. മഹാരാജാവിനെ അദ്ദേഹം ശപിച്ചു. ഈ ക്ഷേത്രത്തെ, ആദിപരാശക്തിയുടെ പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തെ നശിപ്പിച്ച രാജാവും അവൻ്റെ പ്രജകളും ജലസമാധി അടയും. ആ ശാപം ഫലിക്കുമോ അജിൻ? അതല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാൻ കഴിയില്ല, ഞാൻ പറയത്തില്ല. കാരണം ഞാൻ കാണുന്ന കാഴ്ച കാല് മുറിഞ്ഞ് വേറെ കിടക്കുന്നു, കൈ മുറിഞ്ഞ് വേറെ കിടക്കുന്നു, ശരീരം ഛിന്ന ഭിന്നമായി പൊട്ടിത്തെറിച്ച് ബോംബ് സ്ഫോടനം നടന്ന പോലെ പൊട്ടിത്തെറിച്ച് കിടക്കുന്ന കാഴ്ചയാണ്. അത് ഈ നാട്ടിൽ സംഭവിച്ചുകൂടാ. സാർ, ഈ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും കാര്യം പറയുമ്പം ഈ വയനാട് തന്നെ കുഞ്ഞുങ്ങൾക്ക് അല്ലെ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ വരെ ഇവിടുത്തെ മാതാക്കൾ തയ്യാറാണ്. അപ്പോൾ അവരെ നമ്മൾ അംഗീകരിക്കണ്ടേ? തീർച്ചയായിട്ടും അവർ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മളിത് സംഭവിക്കാണ്ട് നോക്കണ്ടേ? സംഭവിച്ചു കഴിഞ്ഞിട്ട് നെഞ്ചത്തിടിച്ച് നിലവിളിച്ചിട്ട് എന്ത് കാര്യം? സംഭവിക്കാണ്ട് നോക്കാൻ നമുക്ക് സാധിക്കില്ല. ഇത് മനുഷ്യനിർമ്മിതമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഇത് ഇല്ലാണ്ടാക്കാനും പറ്റും. കേരളത്തിലെ ഡാമുകളെല്ലാം ഒന്നൊന്നായി ഡീകമ്മീഷൻ ചെയ്യണം. ഇലക്ട്രിസിറ്റിക്ക് സൗരോർജ്ജം ഉപയോഗിക്കണം, വിൻമിൽസുകൾ ഉപയോഗിക്കണം. ഈ പ്രകൃതിയെ ഏൽപ്പിച്ച താടനങ്ങൾ പിൻവലിക്കണം. എന്തിനാണ് ഡാം? 84 ഡാംസ് എന്തിനാണ് ഇവിടെ? വലിയ കൺസ്ട്രക്ഷൻസ് കേരളത്തിൽ പാടില്ല. ടൂറിസം ഒരു പ്രധാന വരുമാന മാർഗമാവണം. ടൂറിസ്റ്റുകൾക്ക് എന്താ വേണ്ടത്? ഇവർ കാണിക്കുന്ന ടൂറിസമാണോ ഇവിടെ വേണ്ടത്? ടൂറിസ്റ്റുകൾക്ക് ഈ കേരളത്തിൻ്റെ പ്രകൃതി എങ്ങനെയാണോ അങ്ങനെ മതി. അവർക്ക് വാഹന സൗകര്യം വേണോ? അവർ നടന്നു പോയിക്കോളും, കാടും മേടും കാണാനായിട്ട്, നദിയും താഴ്വാരങ്ങളും കാണാനായിട്ട്. അത് കാണാനാണല്ലോ അത് കാണാനാണ് അവർ വരുന്നത്. അതെ. ഇവർക്ക് ചൈനീസ് ഫുഡ് വേണ്ട, ഇവർക്ക് കോണ്ടിനെൻ്റൽ ഫുഡ് വേണ്ട, ഇവർക്ക് വേണ്ടത് നമ്മുടെ കപ്പയും മീനും കഞ്ഞിയും പയറും ഒക്കെ മതി. നമ്മൾ തന്നെ ചിന്തിക്കുന്നത് എന്താണ്? ഞാൻ ജർമ്മനിയിൽ പോയപ്പോൾ അവിടെ ജർമ്മൻ ഫുഡ് എന്താണ്? അതാണ് ഞാൻ അന്വേഷിച്ചത്. നമ്മളൊരു നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സംസ്കാരം, അവിടുത്തെ ഭക്ഷണ രീതി, അവിടുത്തെ അറ്റ്മോസ്ഫിയർ, ഇതൊക്കെ മനസ്സിലാക്കാനും കൂടിയല്ലേ നമ്മൾ പോകുന്നത്, അല്ലേ? അല്ലാണ്ട് നമ്മൾ അവിടെ പോകുന്നത് അവിടുത്തെ ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നത് ഇവിടുത്തെ ചൈനീസ് ഫുഡ് കഴിക്കാനാണോ, അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ ഫുഡ് കഴിക്കാനാണോ? അതൊക്കെ അവരുടെ നാട്ടിലില്ലേ? ഇത് പറയുമ്പം തന്നെ ഈ ഉരുൾപൊട്ടലൊക്കെ സംഭവിച്ചതിന് ശേഷം പോയി കരഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെ പോയി ചേർത്ത് പിടിച്ചിട്ടോ കാര്യമില്ലല്ലേ? ഒരു മുഴ മുമ്പേ ചിന്തിക്കണം. ഒരു മുഴ മുമ്പേ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഇവിടെ എന്തിനാണ് ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്? ഇവർ ഫോറസ്റ്റിലേക്ക് ചെല്ലാണ്ടിരിക്കട്ടെ, അത് മതി. ഇവിടെ ആരും ഒരു ഉദ്യോഗസ്ഥനും ഫോറസ്റ്റിലേക്ക് ചെല്ലണ്ട. എറണാകുളത്ത് ഒരു 10 സെൻറ്റ് സ്ഥലം വെറുതെ കിടക്കാമെന്ന് വിചാരിക്കുക. 10 കൊല്ലം കഴിയുമ്പോൾ അത് വനമായി. ആരും ചെല്ലണ്ട. വനമായി, നാച്ചുറൽ ഫോറസ്റ്റ്. എല്ലാ ജീവികളും അങ്ങോട്ട് വരും. അവിടെ കണ്ടില്ലേ മംഗളവനം? എല്ലാ ജീവികളും അങ്ങോട്ട് വന്നു, എല്ലാ പക്ഷികളും വന്നു, ദേശാടന കിളികൾ പോലും വരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്
ചുരുക്കണം. തീർത്തും വേണ്ടെന്ന് പറയുന്നില്ല. ഒരാൾ പറഞ്ഞ് സാറിങ്ങനെ പറയുന്നല്ലോ, സാറ് കുടിക്കുന്ന ഡാമിലെ വെള്ളമല്ലേന്ന്. അതെ, ഞാൻ കുടിക്കുന്ന ഡാമിലെ വെള്ളമല്ല, എൻ്റെ വീട്ടിലെ കിണറിലെ വെള്ളമാണ്. കിണറിലെ വെള്ളമാണ് കുടിക്കുന്നത്. അല്ല, ഇത്രയൊക്കെ പറയുമ്പോഴും കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ചോദ്യം ചോദിക്കാം സാറിനോട്. ഇത്രയും പറയുന്ന സാറിന് എന്തുകൊണ്ട് നിയമത്തിന് മുന്നിൽ ഇറങ്ങിക്കൂടാ? ഞാൻ ഇറങ്ങുന്നുണ്ടല്ലോ, ഇറങ്ങിയല്ലോ. അതിന് ഗുണമില്ലല്ലോ. ഗുണമുണ്ടാവും. മനസ്സിലായ? ഈ 13 വർഷം ഒരു ഉത്തരം കിട്ടുമോ? ഉത്തരം 2 പ്രാവശ്യം കിട്ടിയല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ ചരിത്ര വിധി ഞാൻ നേടിയതാണ്, ജലനിരപ്പ് കുറച്ചത് ഞാനാണ്, ഇനി ഡീകമ്മീഷനും ഞാൻ തന്നെയായിരിക്കും. ഒരു സംശയം അതിൽ വേണ്ട, അത് നടക്കും. പക്ഷെ അതിന് മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് കൂടെ കാണണം. വരും, മലയാളികൾ വരും. മലയാളികൾ നേരത്തെ അജിൻ പറഞ്ഞ പോലെ അമ്മമാർ സഹായിക്കുന്നു, നാട്ടുകാർ സഹായിക്കുന്നു. സഹായിക്കാനുള്ള മനസ്ഥിതി, താല്പര്യം ഈ മലയാളത്തിലെ മണ്ണിന് ഈ ജനങ്ങൾക്കുണ്ട്. ജാതിമത ഭേദമന്യേ അത് സഹായിക്കും. ഒരാവശ്യം വന്ന മലയാളികൾ ഒറ്റക്കെട്ടാ സഹായിക്കും. അതിനൊരു മാറ്റവും ഇല്ല, സഹായിക്കും. അവരെ തടയുന്നത് എന്താണ്? ഇപ്പോൾ എന്നെ സഹായിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നത് എന്താണ്? അത് അജിനൊന്ന് പറഞ്ഞേ. നേതാക്കന്മാരാണോ? രാഷ്ട്രീയം തന്നെയാണ്, തലക്കി പിടിച്ച രാഷ്ട്രീയം. സാറ്, മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെ ജില്ല തകർക്കും? അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെയുള്ള 6 ജില്ലകൾ ഈ അപകട ഭീഷണിയിൽ ഡയറക്റ്റായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അകപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയായിരിക്കും? എറണാകുളം, എന്താ സംശയം? എറണാകുളം, തൃശ്ശൂരും, ആലപ്പുഴയും, ഇടുക്കിയാണ് ഏറ്റവും കുറച്ച് അഫക്റ്റഡ് കേട്ടോ. ഈ വിഷവാതകത്തിൻ്റെ കാര്യമൊക്കെ വിട്ടാൽ, ഈ ഡാമിന് വിഷവാതകവും പെട്രോളും അതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടാൽ ഏറ്റവും ലീസ്റ്റ് അഫക്റ്റഡ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിൽ ഇടുക്കിയാണ്. കാരണം അവിടെ ഉയർന്ന മലകളുണ്ട്, ഓടിക്കയറി നിൽക്കാം. പക്ഷേ വിഷവാതകം വന്നാൽ അവിടെ തന്നെ വീഴും. ഇത് പൊട്ടിക്കഴിഞ്ഞിട്ട് എറണാകുളത്തുനിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ട്രാഫിക് ആവത്തില്ലേ? അതങ്ങനെയാണ് എല്ലായിടത്തും മരിച്ചത്. ഈ ഡാം ട്രാജഡി നടന്ന എല്ലായിടത്തും ജനങ്ങൾ മരിച്ചത് കാറിൻ്റെ ഉള്ളിലിരുന്ന്. ഇവിടെ മാറേണ്ട മാറ്റം ജനങ്ങളാണോ നിയമപാലകരാണോ? ജനങ്ങളാണ് മാറേണ്ടത്. ജനങ്ങളാണ്. നിയമപാലകരും അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങളും രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ ചെയ്യാൻ പറ്റും. ജനങ്ങൾ മാറണം. ജനങ്ങൾക്കാണ് പരമാധികാരം. അപ്പോൾ ജനങ്ങൾ മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. തീർച്ചയായിട്ടും കഴിഞ്ഞു. തമിഴ്നാടും കേരളവും എടുത്ത് നോക്കുമ്പം ഇതിനൊരു പണി അല്ലെങ്കിൽ ഈ ഒരു ഡാമിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? തമിഴ്നാട്ടുകാർക്കാണോ കേരളക്കാർക്കാണോ? തമിഴ്നാട്, അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ വിഷമമുണ്ട്. ഇതിൽ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, തമിഴ്നാട്ടിലെ കർഷക നേതൃത്വം, ഈ കർഷകർക്കൊരു ക്വാളിറ്റി ഉണ്ട്. അവർ മണ്ണിനെ സ്നേഹിക്കുന്നു, പ്രകൃതിയെ സ്നേഹിക്കുന്നു, മനുഷ്യനെ സ്നേഹിക്കും. അവരാരെയും വഞ്ചിക്കുന്നില്ല, ചതിക്കുന്നില്ല. കാർഷിക വിഭവങ്ങൾ വിറ്റ് തുച്ഛമായ കാശ് കൊണ്ട് ജീവിക്കുന്ന നല്ല മനുഷ്യരാണ് കൃഷിക്കാർ. അവർ ഒരിക്കലും ഇത് ആഗ്രഹിക്കുന്നില്ല. മലയാളികൾ വെള്ളത്തിൽ മുങ്ങിച്ചാവണം എന്നുള്ളത് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടുത്തെ കർഷക നേതാവായിരുന്ന, പേര് ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ ഒരു എൻജിനീയറെ വിടാം, നിങ്ങളുടെ ഒരു എൻജിനീയറെ വിട്, ഇവർ രണ്ടുപേരും കൂടി ഒരു പ്രപ്പോസൽ പറയട്ടെ, അതിൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന പ്രപ്പോസൽ ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. മുല്ലപ്പെരിയാർ സമരസമിതിയുടെ അടുത്ത് പറഞ്ഞതാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു സമരസമിതി ഇത് ചുമ്മാ ആക്സെപ്റ്റ് ചെയ്താൽ പോരെ? ഈ പ്രപ്പോസൽ അത് ആക്സെപ്റ്റ് ചെയ്തില്ല സമരസമിതി. ഈ സമരസമിതിയെ പിന്താങ്ങിക്കൊണ്ട് നടന്നത് അവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. അവിടുത്തെ MLA CPIയുടെ നേതാവായിരുന്നു, അവിടുത്തെ MP, ഇതൊക്കെ രാഷ്ട്രീയക്കാരാണ്. അവരാണിത് തകർത്തത്. ഇതിൻ്റെ നേതൃത്വം, ഈ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വവും അതാണ്. ഈ സമരത്തെയെല്ലാം മുക്കാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലായ? ഒരു ജഡ്ജുണ്ടല്ലോ, ജസ്റ്റിസ് KT തോമസ്, അദ്ദേഹം കേരളത്തെ സഹായിച്ചോ? കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് 2 പേരാണ് വന്നത്. ഒന്ന് ജസ്റ്റിസ് KT തോമസ്, തമിഴ്നാടിൻ്റെ പ്രതിനിധിയായിട്ട് വന്നത് ജസ്റ്റിസ് AR ലക്ഷ്മണ. ഇവിടെ ഹൈക്കോടതിയിലെ ജഡ്ജായിരുന്നു, ഞാനുമായിട്ട് വളരെ സുഹൃത്ത് ബന്ധമുള്ളായിരുന്ന ജഡ്ജായിരുന്നു ജസ്റ്റിസ് AR ലക്ഷ്മണ. AR ലക്ഷ്മണ അദ്ദേഹം തമിഴ്നാടിൻ്റെ അഡ്വക്കേറ്റായിട്ടാണ് നിന്നത്.
തമിഴ്നാടിൻ്റെ പ്രതിനിധി തമിഴ്നാടിന് വേണ്ടി പറയണം, അല്ലേ? ഞാനിപ്പോൾ അജിൻ്റെ കേസ് എടുത്താൽ അജിൻ്റെ വക്കീലായി കഴിഞ്ഞാൽ അജിന് വേണ്ടി സംസാരിക്കേണ്ടത്, അല്ലേ? പക്ഷെ നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിനിധിയായിരുന്ന ജസ്റ്റിസ് കെ ടി തോമസ് അങ്ങനെയാണോ ചെയ്തത്? അദ്ദേഹം ജഡ്ജായി, ഓക്കെ, അഡ്വക്കേറ്റ് അല്ല. കേരളത്തിന് വേണ്ടി പറയേണ്ട അഡ്വക്കേറ്റ് അല്ല, ഈ ഒരു വിഷയത്തിലെ ജഡ്ജായി. മനസ്സിലായോ? അതിൻ്റെ ന്യായ അന്യായങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ കാര്യം. പക്ഷെ അദ്ദേഹം അവിടെ അഡ്വക്കേറ്റ് ആവുന്നതിന് പകരം ജഡ്ജായത് അത്ര ശരിയല്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ മാത്രമല്ല, ടണലുണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരു സംഭവം സുപ്രീം കോടതിയിലെ ജഡ്ജ്മെൻറ്റിൽ ഓബിറ്റർ ഡിക്റ്റായിട്ട് വന്നു. നോട്ട് ഡിക്റ്റം, ഓബിറ്റർ ഡിക്റ്റം. അതിൽ എനിക്ക് തോന്നണ ഈ ജസ്റ്റിസ് കെ ടി തോമസ് ആ സാറിൻ്റെ, അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് അങ്ങനെ ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ല, ടണൽ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ടണലെന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ അതിൻ്റെ അകത്ത് ഓബിറ്റർ ഡിക്റ്റായിട്ട് വന്നതിൻ്റെ കാരണം ഒരു പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ, അത് ശ്രീ കെ ടി തോമസിൻ്റെ ശ്രമഫലമായിട്ടായിരിക്കാം എന്ന് കരുതുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു വിഷയമുണ്ട്, കാസ്കേഡിങ് എഫക്റ്റ്. കാസ്കേഡിങ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം തകർന്ന് ആ മലയിലിടിച്ച് ഈ മലയിലിടിച്ച് ജലം മാത്രമേ ഉള്ളൂ, കല്ലും മണ്ണും ചെളിയൊന്നും പുള്ളിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് ജലത്തിൻ്റെ ഫോഴ്സ് കുറയും, അതാണ് കാസ്കേഡിങ് എഫക്റ്റ്. 2018 പ്രളയകാലത്ത് 2 അടി വെള്ളം തുറന്നു വിട്ടു ഇവർ. ഒരു എല്ലാ മലയിലും ഇടിക്കുകയും ചെയ്തു. ഫോഴ്സ് കുറഞ്ഞിട്ടില്ല, കൂടിയേ ഉള്ളൂ. അപ്പോൾ കാസ്കേഡിങ് എഫക്റ്റ് എന്ന് അദ്ദേഹം പറഞ്ഞത് പാളിപ്പോയി, അത് നമ്മൾ കണ്ണാല കണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്തുകൊണ്ടാണ്, ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന അതാണ്, ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്? അതിനെ ഈ കേരളീയ ജനസമൂഹം, ഒരു ജഡ്ജ് പറയുമ്പോൾ അത് കേരളീയ ജനസമൂഹം വളരെ പ്രാധാന്യത്തോടെ എടുക്കും, അല്ലേ? ഒരു ഉന്നത സ്ഥാനത്ത് സുപ്രീം കോടതി ജഡ്ജായിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തോടുള്ള പൂർണ്ണ ബഹുമാനത്തോടെ പറയട്ടെ, താങ്കൾ പറഞ്ഞ പല കാര്യങ്ങളും ശരിയല്ല എന്ന് പിന്നീടുള്ള ചരിത്രം തെളിയിച്ചു. ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ 90 വയസ്സായ മുത്തശ്ശി മരിച്ചിട്ടില്ല, അതുകൊണ്ട് ഇനി ഒരിക്കലും മരിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. മനുഷ്യൻ മരിച്ചു പോകും, മനുഷ്യൻ്റെ നിർമ്മിതികളെല്ലാം നശിക്കും. അതൊരു പ്രപഞ്ച സത്യമാണ്, അത് താങ്കൾ മനസ്സിലാക്കേണ്ടിയിരുന്നു. ശരിക്കും അഹങ്കരിച്ചിട്ടൊന്നുമില്ലല്ലേ, സെക്കൻഡുകൾ മതി നഷ്ടപ്പെടാൻ. സെക്കൻഡുകളും അതല്ലേ ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറയുന്നത്. ഞാൻ മരണത്തിന് ഒരുങ്ങി നിന്നിട്ടാണ് പറയുന്നത്. എൻ്റെ ജീവിതം തന്നെ കുട്ടിക്കാലം മുതൽ മരണത്തിന് ഒരുങ്ങിയുള്ള ജീവിതം. കാരണം ഇത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. റസൽ ജോ ഇത്രയും നട്ടലോടെ തുറന്ന് നിലപാടുകൾ പറയുമ്പോഴും അവിടെ ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ടോ? എന്നെ ആക്രമിക്കാനാ? എൻ്റെ രോമത്തെ തൊടാൻ ധൈര്യമുള്ളവനും ഇവിടെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. സാധിക്കില്ല അവർക്ക്. എനിക്കൊരു ആയുസ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, അതുവരെ ഞാനിങ്ങനെ അവിടെ പോകും. തുറന്നു പറയും, അവസാന ശ്വാസം വരെയും പറയും. അതിനുവേണ്ടി ഒരു പക്ഷെ ജനിച്ചതാവാം. മനസ്സിലായോ? ഞാൻ ആരെയാണ് പേടിക്കേണ്ടത്? എന്നാലും നിയമപാലകരെ പേടിക്കണ്ടേ? നിയമം പാലകരെ അവരെന്തിനാ പേടിക്കണം? ഞാൻ നിയമം പാലിക്കുന്നുണ്ടെങ്കിൽ അവർ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ നിയമം പാലിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്, നിയമവിരുദ്ധനായിട്ടല്ല പ്രവർത്തിക്കുന്നത്, നിയമം പാലിച്ചുകൊണ്ടാണ്. പറയാനുള്ളത് ഞാൻ പറയും, തീർച്ചയായിട്ടും പറയും. ഇനിയിപ്പം ഈ വിഷയത്തിൽ മാത്രമല്ല, ഇവിടെ വലിയൊരു അഴിമതി അന്യായം നടന്നായിരുന്നു, ലോട്ടറി. അതെ, ആ പരിപാടി കേരളത്തിൽ നിർത്തിച്ചത് ഞാനാണ്. അന്യസംസ്ഥാന ലോട്ടറി അത് കേരളത്തിൽ നിർത്തിച്ചത് ഞാനാണ്. ആ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിലുണ്ട്. അതൊന്നോടെ ഒന്ന് ഊർജിതപ്പെടുത്തണം. സാറേ, മാസങ്ങൾ വർഷങ്ങൾ സംസാരിച്ചു, തീരുമാനമായില്ല. അപ്പം ഇനി ജനങ്ങൾ മരിക്കാൻ റെഡി ആയിരിക്കണോ? അങ്ങനെ ഞാൻ പറയില്ല. കാരണം ഇതിനൊരു തീരുമാനം ഉണ്ടാവും. കാരണം ഞാനല്ല മുമ്പിൽ നിൽക്കുന്നത്, തീരുമാനം ഉണ്ടാവും. എനിക്ക് ആ വിശ്വാസമുണ്ട്. എനിക്ക് ആ വിശ്വാസമുണ്ട്. 534 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ മരണസംഖ്യ എത്രയായിരിക്കും? അത് ഡയറക്റ്റ്ലി ഇതിൻ്റെ അടിയിൽ 1.5 കോടി ജനങ്ങളുണ്ട്. പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെ 1.5 കോടി ജനങ്ങളുണ്ട്. അത് എത്ര പേര് അത് സംഭവിച്ചാലല്ലേ മരിക്കേണ്ടവരുടെ കണക്കെടുക്കേണ്ട കാര്യമുള്ളൂ. സംഭവിക്കില്ല. അത് ഞാൻ മുമ്പിലുണ്ട്, സംഭവിക്കില്ല.
ഇത്രയും നേരം നമ്മൾ സംസാരിക്കുന്നു, ഇപ്പം വണ്ടി മോഡിഫിക്കേഷൻ ആണെങ്കിൽ പല പല നിയമങ്ങൾക്കെതിരെ നമ്മൾ പോരാടിയാലും അതിനെ തിരുത്താൻ ഗവൺമെൻറ്റുകൾക്കും പോലീസുകാർക്കും ഇവിടെ സാധിക്കുന്നുണ്ട്. എന്നിട്ടും ഇത്രയും ചർച്ചാ വിഷയമായ ഈ ഒരു മുല്ലപ്പെരിയാർ എന്ന് പറയുന്നൊരു കാര്യത്തിന് എന്തുകൊണ്ട് വെള്ളയും ഇട്ട രാഷ്ട്രീയ നേതാക്കന്മാർ, വെള്ളം മുണ്ടെടുത്ത വെള്ള വസ്ത്രം ധരിച്ച പെരുങ്കള്ളന്മാർ അങ്ങനെ പറയും, എന്തുകൊണ്ട് ഇതിനൊരു തീരുമാനം എടുക്കുന്നില്ല? അവർക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത്, ഞാൻ പറഞ്ഞില്ലേ, വാളയാർ ചെക്ക് പോസ്റ്റ് വിഷം പച്ചക്കറിയും കൂടെ കടത്താതിരിക്കാൻ ഇവർ ലാബ് സജ്ജീകരിച്ചു. ആദ്യത്തെ ലോറി വന്നു വിഷം, രണ്ടാമത്തെ ലോറി വന്നപ്പോൾ ലോറി തന്നെ എൻഡോസൾഫാനിൽ മുക്കി കൊണ്ടുവന്നിരിക്കുന്നു, തിരിച്ചയച്ചു. മൂന്നാമത്തെ ലോറി കേരളത്തിലേക്ക് തന്നെ വന്നു. കാരണം എന്താ, സെൻറ്റ് ജോർജ് ഫോർട്ടിൽ ഇവരുടെ തമ്പ്രാക്കൾ ഇരിക്കുന്നുണ്ട്. തമിഴ്നാടിൻ്റെ ഭരണസിരാ കേന്ദ്രമായ സെൻറ്റ് ജോർജ് ഫോർട്ടിൽ കേരളത്തിൻ്റെ ഭരണത്തെ നിയന്ത്രിക്കുന്ന ഇരിപ്പുണ്ട്. അവർ പറഞ്ഞു, എന്താ പറഞ്ഞത്, നിങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല പച്ചക്കറി കൊടുക്കണം, നല്ല പഴങ്ങൾ കൊടുക്കണം, നല്ല പാല്, നല്ല മുട്ട, നല്ല ഇറച്ചി എല്ലാം കൊടുക്കണം. നല്ല കാര്യം, അങ്ങനെ തന്നെയാണ് ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. പക്ഷേ ഞങ്ങളുടെ ലോറി തടയുന്നതിന് മുമ്പ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഞങ്ങളോട് മേടിച്ച പൈസ ഇങ്ങോട്ട് തിരിച്ചെടുത്ത് വെച്ചിട്ട് മാന്യത കാണിക്കണം, എന്നിട്ട് ഞങ്ങളുടെ ലോറി തടയും. പിന്നെ ലോറിയൊക്കെ ഇങ്ങോട്ട് തന്നെയാണ് വന്നത്, കേരളത്തിലേക്ക് തന്നെയാണ് വന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഈ രാഷ്ട്രീയം നിങ്ങളുടെ മക്കളെ വിഷം തീറ്റിക്കുന്നു. ഞാൻ പറയട്ടെ, ഇത് നിങ്ങളുടെ ചാനലിൽ അടിവരയിട്ട് പറയണം. കേരള സർക്കാരുകൾ സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റ് റസൽ ജോയിയെ പിന്തുണയ്ക്കുക. ഞാൻ മാറ്റിത്തരാം, സുപ്രീം കോടതി ഉത്തരവ് കേരളത്തിന് അനുകൂലമാകുന്നതാക്കി തരാം. ഇത്രയും ചെയ്താൽ മതി അവർ. കാരണം നമുക്ക് ജീവൻ വേണം, ജീവൻ തന്നേ പറ്റൂ. അത് ദൈവം ആഗ്രഹിക്കുന്നതാണ്. ഈ നാട്ടിലെ ജനങ്ങൾ മരിക്കരുതെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും ആ ഡാം അവിടെ നിൽക്കുന്നത്. അതിൻ്റെ ശക്തിയും കൊണ്ട് നിൽക്കണതല്ല, അതിനേക്കാളും വലിയൊരു ശക്തി പ്രപഞ്ചത്തിലുണ്ട്. അത് താങ്ങി നിർത്തുന്നത് കൊണ്ടാണ് ആ ഡാം അവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മളോട് ദൈവം കാണിക്കുന്ന ഒരു കാരുണ്യമാണ്. ആ ദൈവത്തെ നമ്മൾ പരീക്ഷിക്കാൻ നിൽക്കരുത്, മനസ്സിലായ? പരീക്ഷിക്കാൻ നിൽക്കരുത്. കാരണം നമ്മൾ ദൈവത്തെ പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് 50 വർഷം കഴിയുമ്പോൾ 80 വർഷമായി. അത് കഴിഞ്ഞിട്ട് 80 വർഷമായി. ഓക്കെ മൊത്തം 130 വർഷമായി. 80 വർഷമായിട്ട് നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുകയാണ്. ഇനി പരീക്ഷിക്കരുത്. ഇതല്ല, എന്തിനും ഒരു അവസാനം ഉണ്ടല്ലോ, ഈ ക്ഷമയ്ക്കും ഒരു അതിരുണ്ടെന്ന് പറയും. അതെ. അപ്പോൾ ഇനി പരീക്ഷിക്കാൻ നിൽക്കരുത്. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വേണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന, മില്ലനിയം ചാനലിനെ കേൾക്കുന്ന ലോക മലയാളികൾ അവരുടെ വീട്ടുമുറ്റത്ത് ഒരു 100 രൂപയ്ക്ക് 100 രൂപ മുടക്കി ഒരു വെള്ളത്തുണി വലിച്ചു കെട്ടുക, അതിലെഴുതി വയ്ക്കുക, കേരള സർക്കാരുകൾ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ സുപ്രീം കോടതിയിലുള്ള കേസിനെ പിന്തുണയ്ക്കുക. അത്രയെങ്കിലും ചെയ്തെൻ്റെ കൂടെ നിൽക്ക്. ബാക്കി എല്ലാം നമ്മൾ വിജയിക്കും, 100% നമ്മൾ വിജയിച്ചിരിക്കും. അതുവരെ ദൈവം പിടിച്ചെടുത്ത് ഇടാം. അത് ചെയ്യാതിരുന്നാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. എനിക്കൊക്കെ അത്രയേ പറ്റൂ, മനസ്സിലായോ? എനിക്കൊക്കെ അത്രയേ പറ്റൂ. ഇത്ര നേരം നമ്മളോട് സംസാരിച്ചു, ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞു, സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി പറഞ്ഞു. ഇനി പ്രേക്ഷകരോട് എനിക്കാണെങ്കിലും പറയാനുള്ളത്, മുല്ലപ്പെരിയാർ ഡാം സംരക്ഷിക്കാൻ ജനങ്ങൾ ശബ്ദമുയർത്തട്ടെ. ഉറങ്ങിക്കിടക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ എഴുന്നേക്കട്ടല്ലേ. അപ്പോൾ നമ്മൾ ജനങ്ങൾ ചിന്തിക്കും. റസൽ ജോയി എന്ന അഡ്വക്കേറ്റിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോൾ ഇത്ര നേരം സംസാരിച്ചതിൽ താങ്ക് യു.